ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആഴ്സ് വിത്ത് മൈഫിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒരു പുതിയ ആഴ്ചയിലേക്ക്, ഒരു പുതിയ ട്രേഡിംഗ് ഡേയിലേക്ക് കടക്കുകയാണ്. ധാരാളം കാര്യങ്ങൾ സംസാരിക്കാനും അറിയാനും ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് നൽകുന്നത് ഞങ്ങളുടെ റിസർച്ച് ഹെഡ് സൂരജ് സാറാണ്. ഗുഡ് മോർണിംഗ് സൂരജ് സാർ. Happy morning, Jasmine, and many happy returns of the day. Thank you so much, sir. Thank you so much. സർ, ഏതായാലും നമ്മൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കുറേ അധികം നാളുകളായിട്ട് ട്രേഡ് താരിഫ്, ട്രംപ് തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. തീർച്ചയായിട്ടും മാർക്കറ്റിൽ അതിൻ്റെ ഒരു നെഗറ്റിവിറ്റി ഉണ്ട്. എസ്പെഷ്യലി 2013 ഓഗസ്റ്റിന് ശേഷം ആ ഒരു സമയത്തിലായിരുന്നു ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള ഒരു 6 സെഷനുകളിൽ മാർക്കറ്റ് വലിയ രീതിയിലുള്ള ഒരു ഇടിവിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത്. ഏതാണ്ട് ഈ ഒരു 12 വർഷത്തിന് ശേഷമുള്ള ഇടിവിൽ തീർച്ചയായിട്ടും നിക്ഷേപകരും ട്രേഡേഴ്സിലും ഒക്കെ തന്നെ ഒരു ആശങ്ക വന്നിട്ടുണ്ട്. മാർക്കറ്റിൽ നെഗറ്റിവിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ നമ്മളൊരു പുതിയ ആഴ്ചയിലേക്ക് കടക്കുന്നു, ഒരു പുതിയ ട്രേഡിംഗ് ഡേയിലേക്ക് കടക്കുന്നു. നെഗറ്റിവിറ്റിക്കൊപ്പം തന്നെ പോസിറ്റീവായിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ വളരെയധികം പ്രതീക്ഷ നൽകിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ജാസ്മിൻ, തീർച്ചയായിട്ടും ജാസ്മിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ആണെന്ന് തോന്നുന്നു മാർക്കറ്റ് ഗ്രീനിലാണ് ഓപ്പൺ ചെയ്തേക്കുന്നത് എന്നുള്ളത്. ജാസ്മിൻ പറഞ്ഞ പോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് 6 വീക്ക് ഏതാണ്ട് മാർക്കറ്റ് വളരെ മോശമായിട്ടാണ് പെർഫോം ചെയ്തതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഈ വരുന്ന ആഴ്ച തീർച്ചയായിട്ടും അത് നന്നായിരിക്കട്ടെ, ഇനി വരും ദിവസങ്ങൾ നന്നായിരിക്കട്ടെ എന്നുള്ളൊരു എന്താ പറയുക, ഒരു ആശയോടുകൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. അതിൻ്റേതായ ഒരു ന്യൂസും നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജാസ്മിൻ എന്നുള്ളത്. അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ ഫ്രൈഡേ ഹോളിഡേ ആണ്, നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ ആണ്, August 15th ആണ്. നമ്മളെ സംബന്ധിച്ച് അതൊരു ഹോളിഡേ ആണെങ്കിൽ പോലും ഫ്രൈഡേ നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശരിക്കും പറഞ്ഞാൽ അലാസ്കയിൽ വെച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ മീറ്റ് ചെയ്യാൻ പോകുന്നു. അവിടെ വെച്ച് ഏതാണ്ട് വാറിൻ്റെ നെഗോസിയേഷൻസ് നടക്കും എന്നാണ് സോഴ്സസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് എങ്ങനെ രീതിയിൽ പരിണമിക്കും എന്നറിയില്ല. ബട്ട് ഹോപ്പ്ഫുള്ളി ഇത്രയും സീരിയസ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും അല്ലെങ്കിൽ റഷ്യ കാരണം ഒരുപാട് കൺട്രീസിനെ അത് എഫക്റ്റ് ചെയ്യും. ഇന്ത്യ പോലെ ബ്രസീൽ പോലെയുള്ള കൺട്രീസിനെ എഫക്റ്റ് ചെയ്യുകയും കൂടെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ബ്രസീലും ഇന്ത്യയും റഷ്യയുമായിട്ട് ഒരു നല്ല എന്താ പറയുക ഒരു ബന്ധമുള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇവിടെ വെച്ച് ഇപ്പോൾ യുദ്ധത്തിന് ഒരു അവസാനം വന്നേക്കാം എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റുള്ള ക്ലൗഡ്സും ഇന്ത്യയുടെ മുകളിൽ നിന്ന് തുടച്ച് നീക്കപ്പെടും എന്നുള്ളതാണ്. കാരണം ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധം നിർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റഷ്യയ്ക്ക് മുകളിലുള്ള സാങ്ഷൻസ് മാറും. ഈ സാങ്ഷൻസ് മാറിക്കഴിഞ്ഞാൽ റഷ്യയുടെ പേരിൽ ഏതൊക്കെ രാജ്യങ്ങൾക്കാണോ അഡീഷണൽ ടാരിഫ് വെച്ചേക്കണേ അതും മാറാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള പറഞ്ഞു വെക്കുന്നു. ഈവൻ ഇന്ത്യ പോലും അത് വെൽക്കം ചെയ്യുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഉറ്റുനോക്കുന്നതാണ് ഈ അലാസ്കയിൽ ഇവർ തമ്മിലുള്ള മീറ്റിംഗ്. അപ്പോൾ ഈ ഡീൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ വേൾഡ് ആസ് വെൽ ആസ് ഫോർ ദ ഇന്ത്യ. അല്ലെങ്കിൽ ഡ്യൂ കോഴ്സ് ഓഫ് ആക്ഷന് വേണ്ടിയിട്ട് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് മാർക്കറ്റിൽ തന്നെ ഇപ്പം നമുക്ക് വെള്ളിയാഴ്ച അവധിയാണല്ലോ, അതുകൊണ്ട് നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, വ്യാഴാഴ്ച വളരെ ക്രൂഷ്യൽ ഡേ ആയിരിക്കും. കാര്യം നമ്മളെ സംബന്ധിച്ച് വെള്ളിയാഴ്ചയില്ല, എന്നാൽ വെള്ളിയാഴ്ചയാണ് ഈ പുടിനും ട്രംപും തമ്മിലുള്ള ഒരു മീറ്റിംഗ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അന്ന് മാർക്കറ്റ് എങ്ങനെയാണ് പൊസിഷൻ ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം. അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന നെക്സ്റ്റ് വർക്കിംഗ് ഡേ മൺഡേ ആണ്. അതിൻ്റെ എല്ലാ ഇംപ്ലിക്കേഷൻസും മൺഡേ മാർക്കറ്റിൽ കാണും. പോസിറ്റീവ് സൈഡിലാണെങ്കിലും ശരി, നെഗറ്റീവ് സൈഡിലാണെങ്കിലും ശരി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള നമ്മൾ മാർക്കറ്റിൽ ഒന്നുകൂടി നോക്കാൻ നേരത്ത് ശരിക്കും പറഞ്ഞാലേ മാർക്കറ്റിൻ്റെ ഇൻറ്റേർണൽസ്, ഇന്ത്യൻ നിഫ്റ്റിയുടെ ഇൻറ്റേർണൽസ് നോക്കുകയാണെങ്കിൽ, ദലാൽ സ്ട്രീറ്റിൽ നിഫ്റ്റിയുടെ ഇൻറ്റേർണൽസ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഷോർട്ട്സ് മാർക്കറ്റിലുണ്ട്. ഈ നല്ല രീതിയിലുള്ള ഷോർട്ട്സ് ഇൻഡിക്കേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ എവിടെയെങ്കിലും വെച്ച് ശരിക്കും പറഞ്ഞാൽ ഷോർട്ട്സ്, അതായത് ഷോർട്ട് എന്ന് പറഞ്ഞാൽ താഴേക്ക് കളിക്കുന്നത്, മാർക്കറ്റ് താഴേക്ക് പോകുന്നു പ്രതീക്ഷിക്കുന്നവരാണ് കൂടുതലും ഇപ്പോൾ മാർക്കറ്റിൽ നിന്നുള്ള. അതാണ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം. ഈ വെള്ളിയാഴ്ച വരുന്ന ഡിസ്കഷനിൽ എന്തെങ്കിലും പോസിറ്റീവ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ വലിയൊരു ഹ്യൂജ് റിലീഫ് റാലി ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിച്ചേക്കാം അടുത്ത ആഴ്ച എന്നുള്ളതും കൂടെ പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഏതാണ്ട് ഈ 24,500 ബ്രേക്ക് ചെയ്തതോടുകൂടി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഡൊമസ്റ്റിക് ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിൻ്റെ സെല്ലിങ്ങും കൂടി വെള്ളിയാഴ്ച നടന്നു എന്നുള്ള. ഇപ്പം നമ്മൾ വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ FIIs നെറ്റ് ബയേഴ്സാണ്. ഇത്രയും നാൾ FIIs സെല്ലേഴ്സായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 2000 കോടിക്ക് അടുത്ത് ഏതാണ്ട് FIIs നെറ്റ് ബയേഴ്സ് ആയിരുന്നു വെള്ളിയാഴ്ച. അതുമാത്രമല്ല ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബൈയിങ് ഏതാണ്ട് 7700 കോടിയാണ്. അപ്പോൾ FIIസും DIIസും ബൈയിങ് ആയിരുന്നു. സെല്ല് ചെയ്തത് കംപ്ലീറ്റ് HNIs ആയിരുന്നു. അപ്പോൾ HNIs ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ 24,500
$13,500 വരെ കോൺഫിഡൻ്റ് ആയിട്ട് നിന്ന് HNIs എന്ന് പറയുമ്പോൾ വളരെ ലാർജ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അത് ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഒരു PMS കമ്പനി ആവാം, അല്ലെങ്കിൽ AIFകളാവും, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആവാം, കോർപ്പറേറ്റ് ഗ്രൂപ്പുകളാവും. അവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ വ്യാഴം വെള്ളിയിൽ നന്നായിട്ടൊന്ന് പാനിക് ചെയ്തത്. പക്ഷേ അവരുടെ സെല്ലിംഗ് കംപ്ലീറ്റ് അബ്സോർബ് ചെയ്തത് FIIസും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. മാർക്കറ്റ് ഇന്റേണൽസിൽ നല്ല രീതിയിൽ ഷോർട്ട് ഉണ്ട്. വ്യാഴാഴ്ച ശ്രദ്ധിക്കണം മാർക്കറ്റിൽ, വെള്ളിയാഴ്ച നമുക്ക് അവധി, തിങ്കളാഴ്ചയിൽ അതിൻ്റെ ഉള്ള റെസ്പോൺസും കിട്ടും എന്നുള്ളതാണ് ഇന്ത്യൻ മാർക്കറ്റ് നമുക്ക് പ്രത്യേകമായിട്ട് നോക്കാനുള്ളത്. US മാർക്കറ്റിനെ സംബന്ധിച്ച് നമുക്കറിയാലോ, ഈ പറയുന്ന പോലെ ഫ്രൈഡേയിൽ ഒരു നല്ല ഭേദപ്പെട്ട റാലിയാണ് മാർക്കറ്റിൽ സംഭവിച്ചത്. S&P 0.78% അപ്പാവുമ്പോൾ ഡൗ ജോൺസ് 0.47% അപ്പായിരുന്നു. നാസ്ഡാക്ക് ഹിറ്റ് ഓൾ ടൈം ഹൈ എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിയർലി 1%, അതായത് 0.98% അപ്പായിരുന്നു എന്നുള്ളതായിരുന്നു ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ്. പിന്നെ ചൈനയും US തമ്മിലുള്ള ട്രേഡ് ടോക്ക്, അതായത് ട്രേഡ് ടോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള അവരുടെ ആ ട്രേഡിൻ്റെ ആ മൊറട്ടോറിയം എൻഡ് ചെയ്യണത് ഓഗസ്റ്റ് 12 അതായത് നാളെ. നമുക്ക് കിട്ടുന്ന സോഴ്സസിൽ നിന്നുള്ള ഇൻഫർമേഷൻ, അതൊരു പബ്ലിക് ഡേറ്റയാണ്, നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് കിട്ടിയൊന്നുമല്ല. പറയപ്പെടുന്നത് മിക്കവാറും ഈ പറയുന്ന പോലെ അതിനകത്തൊരു മൊറട്ടോറിയത്തിന് ഒരു എക്സ്റ്റൻഷൻ വന്നേക്കാം, 90-day എക്സ്റ്റൻഷൻ വന്നേക്കാം എന്നുള്ളതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ വന്നുള്ള കാര്യം. പിന്നെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ നാസ്ഡാക്ക് ആണല്ലോ ഇപ്പോൾ ഓൾ ടൈം ഹൈ അടിച്ചേക്കുന്നത്. അപ്പോൾ നാസ്ഡാക്കിൻ്റെ ഈ ഓൾ ടൈം ഹൈ അടിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലോകമെമ്പാടും ഇപ്പം നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത് എന്താ, ടാരിഫിൻ്റെ ഇഷ്യൂ ആണ് അല്ലേ. ടാരിഫിൻ്റെ ഇഷ്യൂ ആരാണ് നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ ഏതാണ്ട് വീക്ക്നെസ് കാണിക്കുന്നത്. എന്നാൽ US മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞാൽ ഈ ടാരിഫിൻ്റെ വീക്ക്നെസ് ഒന്നും തന്നെ കാണുന്നില്ല എന്നുള്ള. അപ്പോൾ ഈ US മാർക്കറ്റിൻ്റെ നരേറ്റീവ് ടാരിഫോ ഇൻഫ്ലേഷനോ ഫെഡ് റേറ്റ് ഒന്നുമല്ല. ഇപ്പോൾ US മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രൊഡക്ടിവിറ്റിയും ആ ഗ്രോത്തുമാണ് US മാർക്കറ്റ് കാണിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ഈ നാസ്ഡാക്കിൽ ടെക് ഹെവി ആയിട്ടുള്ള കമ്പനീസ് ഭയങ്കരമായിട്ട് കയറുന്നത്. അതായത് ഇനിയിപ്പോഴുള്ള ഫ്യൂച്ചർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗ്രോത്ത് ബേസ് ചെയ്തിട്ടിരിക്കും. അല്ലാണ്ട് ടാരിഫ് ഒക്കെ ഒരു ചെറിയൊരു പാസിംഗ് ബൈ സിറ്റുവേഷൻസ് ആണ് എന്നുള്ളതാണ്. ബട്ട് എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ വേറൊരു കാര്യം കൂടെയുണ്ട്. ഏതായാലും സെപ്റ്റംബറോട് കൂടി റേറ്റ് കട്ട് ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ US മാർക്കറ്റിനും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ രണ്ട് സ്ട്രെങ്ത്തും ആയിരിക്കാം ഒരു പക്ഷേ US മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. 10-year ബോണ്ട് ഈൽഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ 4.3% ആണ്. ക്രൂഡ് ഓയിൽ പെർ ബാരൽ $66 തന്നെയാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ജാപ്പനീസ് മാർക്കറ്റ്, നമ്മളിപ്പോൾ ഏഷ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റ് ഇന്ന് ഹോളിഡേ. കാരണം എന്താണെന്നറിയോ, മൗണ്ടൻ ഡേ. മൗണ്ടൻ ഡേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജപ്പാൻ്റെ 70% ഈ മൗണ്ടൻസ് ആണ്. അപ്പോൾ ഇന്ന് അവർക്ക് ഹോളിഡേ കൊടുത്തിരിക്കുന്നത് ഈ മൗണ്ടൻസിനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇന്നത്തെ ദിവസം ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ചെന്ന് പെടുക, ഹൈക്കിങ്ങിന് പോവുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ സ്കീയിങ്, മൗണ്ടനിയറിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഹോളിഡേ കൊടുക്കുന്നത്. ശരിക്കും ഇന്ത്യൻ മാർക്കറ്റിന് ഇത് പാഠമാണ്. അറിയോ, നമുക്ക് കിട്ടുന്ന ഹോളിഡേയ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമാണ്. ഒന്നാമത് ഈ നാഷണൽ ഡേയ്സ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫെസ്റ്റീവ്സ്, എല്ലാ റിലീജിയൻ്റെയും ഫെസ്റ്റീവ്സ് എന്നല്ലാതെ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഒരു രീതിയിലും തരുന്നില്ല. ഇപ്പോൾ എത്രത്തോളം ഇപ്പോൾ ജപ്പാൻ്റെ ആ ഒരു അവരുടെ ഒരു ഈത്തോസ് വെച്ചിട്ട് ഈ മൗണ്ടൻസിനെ അവർ ശരിക്കും പറഞ്ഞാൽ ഇന്ന് വർഷിപ്പ് ചെയ്യണ ഒരു ദിവസം കൂടെ ആയിട്ടാണ് അതിനെ കാണുന്നത്. അതായത് ഞങ്ങൾ എന്ത് ഫോർച്ചുനേറ്റ് ആണ് ഇത്രയും മൗണ്ടൻസ് കിട്ടി. അതായത് ഒരു നേച്ചർ ലവിങ്ങിന് വേണ്ടിയിട്ട് ഒരു ദിവസം ഹോളിഡേ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജപ്പാൻ എന്ന് പറയുന്നത് എന്ത് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റും നമ്മുടെ നാടും പഴയ രീതിയിൽ നിന്നൊക്കെ ഒന്ന് മാറണം. നമുക്കിവിടെ പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഹോളിഡേ എന്ന് പറയുന്നത് ഇങ്ങനത്തെ രീതിയിലാണ്. അതായത് ഫെസ്റ്റീവ്സ് അല്ലെങ്കിൽ നാഷണൽ ഡേയ്സ് എന്നല്ലാതെ വേറെ ഒരു രീതിയിലും തന്നില്ല. നമുക്ക് മറ്റുള്ള ജീവിതം എൻജോയ് ചെയ്യാനായിട്ടുള്ള നല്ല നല്ല സന്ദർഭങ്ങളിലും കൂടെ ഹോളിഡേ കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഞാനൊന്ന് വായിച്ചു നോക്കിയപ്പോൾ ഈ പറയുന്ന പോലെ ഫിനാൻഷ്യൽ ടൈംസിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഫിനാൻഷ്യൽ ടൈംസിൽ റിപ്പോർട്ട് പറയുന്നത് വെച്ചാൽ NVIDIAയും AMDയും ആണല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ ചിപ്സ് ചൈനയിലേക്ക് കൊടുക്കുന്നത്. ഇപ്പം അതിൻ്റെ ആ ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ചിപ്പിൻ്റെ റവന്യൂവിൻ്റെ 15% ഗവൺമെൻറ്റിന് കൊടുക്കണം എന്നുള്ളൊരു റിപ്പോർട്ട് ഫിനാൻഷ്യൽ ടൈംസ് പുറത്തു വിട്ടിരിക്കുന്നു എന്നുള്ളത്. അതായത് ചൈനയായിട്ടുള്ള ഒരു ട്രേഡ് ടാരിഫ് അല്ലെങ്കിൽ ഒരു ബാൻ വെച്ചിരുന്നു. അതായത് US പറയണമെന്ന് വെച്ചാൽ നമ്മൾ നല്ല നല്ല ചിപ്സ് ഒക്കെ ചൈനയിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചൈന അത് ഉപയോഗിച്ച് തിരിച്ച് നമുക്കെതിരെ തന്നെ പണിയുന്നു. അതുകൊണ്ട് നമുക്കത് നാഷണൽ സെക്യൂരിറ്റി ത്രെട്ടാണ് എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു അവിടെ ഒരു ബാൻ വെച്ചിരുന്നു എന്നുള്ള. ഇപ്പോൾ അടുത്ത കാലത്ത് ആ ബാൻ എടുത്ത് മാറ്റിയിട്ട് പറയണമെന്ന് വെച്ചാൽ AMD എടുത്തും NVIDIA എടുത്തും പറഞ്ഞാൽ നിങ്ങളുടെ ബെസ്റ്റ് ചിപ്സ് ഒന്നും ചൈനയിലേക്ക് അയക്കരുത്, നിങ്ങളുടെ 4th ബെസ്റ്റ് ചിപ്പ് മാത്രം അയച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അത് കാരണം തന്നെ അന്ന് NVIDIA അന്ന് 52 വീക്ക് ഹൈ അടിച്ചതാണ് ഈ ന്യൂസ് വന്നപ്പോൾ. അതായത് H20 എന്ന് പറയുന്ന ചിപ്പ്, അതായത് അവരുടെ 4th ബെസ്റ്റ് ചിപ്പ് അവർ ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് തുടങ്ങി എന്നുള്ള.
ആദ്യം നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ NVIDIA അതിൻ്റെ മാനുഫാക്ചറിങ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തു. അതായത് അവരുടെ കോൺട്രാക്ട് മാനുഫാക്ചറായ TSMC എടുത്ത് പറഞ്ഞിരുന്നത് കൂടുതൽ H20 ചിപ്സ് ഉണ്ടാക്കാനാണ്. കാര്യം ചൈനയിൽ നിന്ന് വരുന്ന ഡിമാൻഡ് വളരെ ഹൈ ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെ പ്രിപ്പയർ ചെയ്ത് നിൽക്കുമ്പോൾ ഇപ്പൊ ചൈന പറയണമെന്നറിയോ, ഈ H20 എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് വളരെ നല്ലതല്ല. അതായത് H20 എന്ന് പറയുന്നത് നമുക്ക് സേഫ്റ്റി കൺസേൺസ് ഉണ്ടാക്കുന്നു. ഏതാണ്ട് ബാക്ക് ഡോറിൽ കൂടെ ഒരു ആക്സസ് US ഈ H20 ചിപ്സ് വഴി ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല H20 ചിപ്സ് നമുക്ക് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി അല്ലെന്നും കൂടി ചൈന പറഞ്ഞു വയ്ക്കുന്നു. ഇത്രയും നാൾ നാഷണൽ ത്രെട്ട് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ US ആണ് ചൈനീസ് പ്രൊഡക്ട്സിനെ കുറിച്ച്. ഇപ്പൊ ചൈന പറയുന്നു US പ്രോഡക്ട്സ് നാഷണൽ ത്രെട്ട് ആണ്. എങ്ങനെയാണ് ലോകം മാറുന്നത് നോക്കൂ. ഇതിന്റെ ഇടയിൽ നമ്മൾ എങ്ങനെ പൊസിഷൻ ചെയ്യണം എന്നാണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നിഫ്റ്റി ലെവൽ നോക്കുകയാണെങ്കിൽ 2025 മാത്രം ഏതാണ്ട് FIIs $12 ബില്യൺ സെല്ലിംഗ് നടത്തിയിരുന്നു എന്നുള്ള. അത് മാത്രമല്ല ഇപ്പോൾ വരുന്ന ഏർണിങ്സ് ഒക്കെ ലാർജ്ലി ഇൻ ലൈനാണ്, പക്ഷെ മ്യൂട്ടഡ് ആണ്, വീക്ക് ആണെന്നുള്ള. അതായത് ഏർണിങ്സ് എന്താ പറയുക സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, വാല്യുവേഷൻ, അതായത് വാല്യുവേഷൻ വളരെ ഹൈ ആയിട്ട് നിൽക്കുന്നു എന്നുള്ള. ഇത് തന്നെയാണ് ഒരു പക്ഷേ നമ്മൾ ടാരിഫോ എന്ത് റീസൺ പറഞ്ഞാലും ഇന്ത്യൻ മാർക്കറ്റ് താഴെ വരാനുള്ള കാര്യം ഇന്ത്യൻ മാർക്കറ്റിന്റെ ഓവർ വാല്യുവേഷൻ ഉള്ളതാണെന്നുള്ള. പക്ഷേ എവിടെയൊക്കെയോ വാല്യൂ ഉണ്ട്, സെലക്റ്റീവ് പോക്കറ്റ്സിലാണ്. മാർക്കറ്റ് ഇൻ ജനറൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. എപ്പോഴാണ് മാർക്കറ്റ് റിക്കവർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഈ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ഡേ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ആ ഡീലൊക്കെ വന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ വെള്ളിയാഴ്ച നടക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് US-ഉം ഇന്ത്യയും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, ഫോഴ്സസ് ഓഫ് നേച്ചർ അല്ലെങ്കിൽ യൂണിവേഴ്സ് വിൽ കൺസ്പയർ ടു ഗിവ് അസ് എ സൊല്യൂഷൻ. ഇന്ത്യയും US എന്ന് പറഞ്ഞാൽ അത്രയും എന്താ പറയുക നല്ലൊരു ഡെമോക്രസീസാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ബോണ്ട് ഇന്ത്യയും US-ഉം തമ്മിലുള്ള, നമ്മുടെ പോപ്പുലേഷനും നമ്മുടെ സിറ്റിസൻസും ഒക്കെ തമ്മിൽ ഒരുപാട് ബന്ധമുള്ളതാണ്. അതുകൊണ്ട് കുറേ നാളൊന്നും ഇത് ഇങ്ങനെ നിൽക്കില്ല. എവിടെയെങ്കിലും വെച്ച് ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ വരും എന്നുള്ള കാര്യം പറഞ്ഞു വയ്ക്കുന്നു. ഒരു കാര്യം മാത്രം ഇൻവെസ്റ്ററുടെ ശ്രദ്ധയ്ക്ക്, ഇൻവെസ്റ്റേഴ്സ് വളരെ പേഷ്യൻസോടുകൂടി, അതായത് ഞാൻ പറഞ്ഞില്ല ഈ വ്യാഴാഴ്ച നിങ്ങൾ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്, അതായത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ എസ്പെഷ്യലി ബുധനാഴ്ചയും വ്യാഴാഴ്ചയും, വെള്ളിയാഴ്ച നമുക്ക് അവധിയായതുകൊണ്ട് മാർക്കറ്റിൽ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഒരു മൂവ്മെൻറ്റ് നടന്നേക്കാം. നിങ്ങൾ അതിനനുസരിച്ച് ചാടാതിരിക്കുക, നെർവസ് ആവാതിരിക്കുക, ഇമോഷണൽ ആവാതിരിക്കുക. ഒരു ലെവൽ ഹെഡോടുകൂടി റാഷണാലിറ്റിയോടുകൂടി വേണം മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാമെന്നാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു വയ്ക്കുന്നു, എനിക്കറിയില്ല, ഞാനിതൊരു ചെറിയൊരു എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് ഞാൻ ഷെയർ ചെയ്യുന്നതെന്നുള്ളൂ. സപ്പോസ് വെള്ളിയാഴ്ച ഒരു ഡീൽ നടക്കുകയാണ് വിചാരിക്കാം, റഷ്യയും US-ഉം കൂടെ ചേർന്ന് ഒരു ഡീല് സമ്മതിച്ച് അതൊരു സെലൻസ്കി ആയിട്ട് യുക്രൈനുമായിട്ട് സംസാരിച്ച് അതിന് അറ്റ്ലീസ്റ്റ് പ്രൈമാ ഫേസി ആയിട്ട് എല്ലാവരും ഇൻ പ്രിൻസിപ്പിൾ എഗ്രി ചെയ്യാണ് നമുക്ക് ഈ കോൺഫ്ലിക്റ്റ് അവസാനിപ്പിക്കാം. അതിന്റെ കോണ്ടോസ് ഒക്കെ നമുക്ക് പിന്നെ വരാം. അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ തിരിയാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇത്രയും നാൾ നമ്മൾ പറഞ്ഞെന്താ, ജാനുവരി 2025 മുതൽ ഇന്നേ വരയ്ക്കും FIIs സെല് ചെയ്തേക്കാണ്. FIIs 12 ബില്യൺ സെല് ചെയ്തേക്കാണ്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ FIIസിൻ്റെയും FPIസിൻ്റെയും ഹോൾഡിംഗ് ഗണ്യമായി കുറഞ്ഞു. പ്രൊമോട്ടറിൻ്റെ ഹോൾഡിങ്ങും ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇൻക്രീസ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ റീറ്റെയിലേഴ്സിൻ്റെ പൈസ തന്നെയാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടും ഇൻഷുറൻസും ഒക്കെ ആയിരിക്കാം. അവരുടെ കയ്യിൽ സ്വന്തമായിട്ട് പൈസ ഇല്ല. നമ്മളെപ്പോലത്തെ റീറ്റെയിലേഴ്സിൻ്റെ നിന്ന് SIP വഴിയും മറ്റുള്ള യൂണിറ്റ്സും വഴിയാണ് അവർ പൈസ സ്വരൂപിച്ചിരിക്കുന്നത്. അവരാണ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ സെറ്റപ്പ്. അപ്പോൾ വെള്ളിയാഴ്ച മാർക്കറ്റിൽ ഒരു എന്താ പറയുക ഒരു റിട്ടേൺ, ഒരു പുൾ ബാക്ക് വരികയാണെങ്കിൽ, തിങ്കളാഴ്ച ആയിരിക്കും മാർക്കറ്റിൽ വരുന്നത്. സപ്പോസ് ഈ ഡീല് നടക്കുകയാണെങ്കിൽ മാത്രം FIIs തീർച്ചയായിട്ടും തിരിച്ച് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും, അല്ലെ? പെർമനന്റ്ലി ഒന്നും അവർ പോകില്ല. FIIs എവിടെയാണോ വാല്യൂ ഉള്ളത് അവിടെ ചേസ് ചെയ്യും. അവർക്ക് അവിടെ ഒരു റിട്ടേൺ കിട്ടുമെന്നുണ്ടെങ്കിൽ ഏത് രാജ്യമാണെങ്കിലും വരും. ഇപ്പോൾ US-ഉം ചൈനയും തമ്മിൽ ഏറ്റവും മോശമായിട്ടുള്ള സമയത്ത് പോലും അമേരിക്കൻ FIIsഉം യൂറോപ്യൻ യൂണിയനും UK FIIsഉം സിംഗപ്പൂർ FIIsഉം മൊറീഷ്യസ് FIIsഉം എന്തോരം ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്തു. അതേപോലെ തന്നെ ഇന്ത്യയിലേക്കും FIIs തിരികെ വരും. അതായത് നല്ലൊരു പൈസ തിരിച്ച് വരുമ്പോൾ എവിടെയായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ലാർജ് ക്യാപ്പ് ഉണ്ട്, മിഡ് ക്യാപ്പ് ഉണ്ട്, സ്മോൾ ക്യാപ്പ് ഉണ്ട്. മിഡ് ക്യാപ്പിലും അല്ലെങ്കിൽ ഒരു ചെറിയ വിഭാഗം മിഡ് ക്യാപ്പ് മാറ്റി വെച്ച് ബാക്കിയുള്ള മിഡ് ക്യാപ്പുകളിലും സ്മോൾ ക്യാപ്പുകളിലും FIIs പെട്ടെന്ന് മേടിക്കാനുള്ള സാധ്യത കുറവാണ്. അവരുടെ കൂടുതലും ഇൻവെസ്റ്റ്മെന്റ്സ് വരാൻ ചാൻസ് ഉള്ളത് ലാർജ് ക്യാപ്പ് കമ്പനികളിലും ബ്ലൂ ചിപ്പ് കമ്പനികളിലും ലാർജർ മിഡ് ക്യാപ്പിലും, അതായത് മിഡ് ക്യാപ്പ് സെഗ്മെന്റിൽ തന്നെ ലാർജർ കമ്പനികളിലും ആയിരിക്കാം അവരുടെ ബൈയിങ് ഭയങ്കരമായിട്ട് വരുന്നതെന്നുള്ള. അപ്പോൾ എവിടെയൊക്കെയാണ് ഈ ലാർജ് ക്യാപ്സിലും മിഡ് ക്യാപ്പ് റേഞ്ചിലെ ലാർജർ കമ്പനീസിലും
പോക്കറ്റ്സ് ഓഫ് വാല്യൂ ഉള്ളത് അവിടെ ആയിരിക്കാം ശരിക്കും പറഞ്ഞാൽ ഒരു ബൈയിങ് ഇമേർജ് ചെയ്ത് വരിക എന്നുള്ളതാണ് ഇൻവെസ്റ്റേഴ്സ് നോക്കേണ്ടത്. അതായത് മാർക്കറ്റിനെ ഭയങ്കര രീതിയിൽ മൂവ് ചെയ്യണമെങ്കിൽ 2 ഫാക്ടേഴ്സാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ആവശ്യം. ഒന്ന്, FISന്റെ ഷോർട്ട്. FIS നല്ല രീതിയിൽ മാർക്കറ്റിൽ ഷോർട്ടാണ്. അപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ചു കയറുകയാണെങ്കിൽ ഈ ഷോർട്ട് കവർ ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകാം. രണ്ടാമത് അവർ വാല്യൂ സ്റ്റോക്സിലെ റിയൽ ബൈ. ഈ 2 ഫാക്ടേഴ്സ് ആയിരിക്കും ഇന്ത്യൻ മാർക്കറ്റിനെ ഡീല് വെള്ളിയാഴ്ച സംഭവിക്കുകയാണെങ്കിൽ അടുത്ത തിങ്കളാഴ്ച മുതൽ ഡ്രൈവ് ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ എവിടെയായിരിക്കും നമ്മൾ പൊസിഷൻ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജനങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം, പ്രേക്ഷകർ അറിഞ്ഞു വെക്കണം എന്നുള്ളതാണ്. പക്ഷേ മാർക്കറ്റിൽ കോഷ്യസ് ഒപ്റ്റിമിസത്തോടു കൂടി ട്രീറ്റ് ചെയ്യണം. ഈ പറയുന്ന പോലെ ഒരുപാട് എടുത്തു ചാട്ടങ്ങളൊന്നും പാടില്ല എന്നുള്ളത് ഒന്നുകൂടി നമ്മൾ സ്ട്രെസ് ചെയ്ത് പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 3 months ലോ ആയിരുന്നു വെള്ളിയാഴ്ചയുടെ സെല്ലിംഗ്. അതായത് 12th May ലെവലിലെത്തി എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു ഡൗൺവേർഡ് സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 24,200 ആണ് നമുക്ക് സപ്പോർട്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ 200-day മൂവിങ് ആവറേജ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ 24,043. അത് ഇപ്പം ഈ ആഴ്ച എവിടെയെങ്കിലും ഒരു വീക്ക്നെസ് വരികയാണെങ്കിൽ ഈ 200 DMA 24,043 ഡൗൺവേർഡ് സൈഡിൽ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് റെസ്പെക്റ്റ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ 24,200 നിന്ന് തിരിച്ച് പുൾ ബാക്ക് ചെയ്യുന്നെങ്കിൽ ഈ പറയുന്ന പോലെ മാർക്കറ്റിൽ കൊള്ളാം. ഞാൻ ഈ ആഴ്ച നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ അപ്പോഴ് റെസിസ്റ്റൻസ് നമ്മൾ നോക്കുമ്പോൾ 24,800 24,900 ഒക്കെ പല റെസിസ്റ്റൻസ് ആണ് മാർക്കറ്റിൽ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അറിയോ, മാർക്കറ്റിൽ ജനറലി ഒരു ബയസ് ഡൗൺവേർഡാണ്. ബട്ട് ഇന്ന് പറഞ്ഞ് എല്ലാ ദിവസവും ഡൗൺവേർഡിൽ പോകണമെന്നില്ല. കാര്യം ഇപ്പം നമ്മളെല്ലാവരും ഡൗൺവേർഡിലേക്ക് പോകും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ എല്ലാ ദിവസവും പോകണമെന്നില്ല. ഇടയ്ക്കിടയ്ക്ക് പോക്കറ്റ്സ് ഓഫ് റാലി അവിടെ ഇവിടെ വന്നേക്കാം. അപ്പോൾ സെൽ ഓൺ റാലി ആയിരിക്കും മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുവരിക വ്യാഴാഴ്ച വരെ എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വീക്കെൻഡ് വന്ന ഒരു കാര്യം, അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒട്ടും സുഖം തന്ന ഒരു കാര്യമില്ല. അതായത് നമ്മുടെ പാകിസ്ഥാനിൻ്റെ ആർമി ചീഫ് അസീം മുനീർ US സോയിലിൽ വെച്ച്, ഇപ്പോൾ അദ്ദേഹം അമേരിക്കയിലാണ്, ജൂണിൽ അദ്ദേഹം ഒരു സർപ്രൈസ് വിസിറ്റ് ഡൊണാൾഡ് ട്രംപായിട്ട് നടത്തിയിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് ഈ അസീം മുനീർ, അതായത് പാക് ആർമി ചീഫ് USലെ മിലിറ്ററി ഹെഡ്സായിട്ടും പല പൊളിറ്റിക്കൽ ലീഡേഴ്സായിട്ടും മീറ്റിംഗ് നടത്തിയിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് മേക്ക് ചെയ്തു എന്നുള്ള. അതായത് സാധാരണ ഫോറിൻ സോയിൽ, എസ്പെഷ്യലി അമേരിക്കൻ സോയിലിൽ വെച്ച് ഇങ്ങനെ സംസാരിക്കാറില്ല. അദ്ദേഹം പറയുന്നൊരു കാര്യം വെച്ചാൽ ഇൻ കോട്ട്സ് അൺകോട്ട് വി ആർ എ ന്യൂക്ലിയർ നേഷൻ. പാകിസ്ഥാൻ പറയുകയാണ്, ഇഫ് വി തിങ്ക് വി ആർ ഗോയിങ് ഡൗൺ, ഞങ്ങൾ താഴേക്ക് പോകുമെന്ന് ഞങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വി വിൽ ടേക്ക് ഹാഫ് ദ വേൾഡ് ഡൗൺ. ലോകത്തിൻ്റെ പകുതിയും കൊണ്ടേ ഞങ്ങൾ താഴേക്ക് പോവുള്ളൂ. അതായത് വി വിൽ ടേക്ക് ഹാഫ് ദ വേൾഡ് ഡൗൺ വിത്ത് അസ് എന്നുള്ളത് പറഞ്ഞു വെച്ചിരിക്കുന്നു. അത് അമേരിക്കയിൽ വെച്ച് പറഞ്ഞതും അമേരിക്കയിൽ അതിന് എതിർപ്പില്ലാത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അതുമാത്രമല്ല അദ്ദേഹം ആഡ് ഓൺ ചെയ്ത് വേറൊരു കാര്യം കൂടെ പറഞ്ഞു എന്ന്. അതായത് ഈ ഇൻഡസ് റിവർ ഇന്ത്യ ഒരു ഡാം വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണല്ലോ അന്നത്തെ കോൺഫ്ലിക്റ്റ് കഴിഞ്ഞതിന് ശേഷം. ഞങ്ങൾ മിസൈൽ ഉപയോഗിച്ച് ആ ഡാമിനെ തകർക്കുന്നുകൂടെ US സോയിൽ വെച്ച് അസീം മുനീർ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ബട്ട് ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ ഇങ്ങനത്തെ ആൾക്കാർ സംസാരിക്കുമ്പോണ്ടല്ലോ, ഇതേപോലത്തെ റെറ്ററിക് ഒക്കെ സംസാരിക്കാൻ നേരത്ത് ചില സമയങ്ങളിൽ ചില വെള്ളി വായിന്ന് വീഴും എന്നുള്ളത്. അദ്ദേഹത്തിനെ തന്നെ എംബറാസ്മെന്റ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം വേറൊരു വാക്കും കൂടെ പറഞ്ഞു. അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ. അതായത് വേറെ ഒന്നുമല്ല, അത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യ ഈസ് എ ഷൈനിങ് മെർസിഡീസ് കമ്മിങ് ഓൺ എ ഹൈവേ ലൈക്ക് എ ഫെറാറി, ബട്ട് വി ആർ എ ഡംപ് ട്രക്ക് ഫുൾ ഓഫ് ഗ്രാവൽ. ഇഫ് ദ ട്രക്ക് ഹിറ്റ്സ് ദ കാർ, ഹൂ ഈസ് ഗോയിങ് ടു ബി ദ ലൂസർ? അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടാനുണ്ട്. ഇത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മെർസിഡീസ് ബെൻസിനെ പോലെയാണ്. ഞങ്ങൾ എന്ന് പറയുന്ന ഒരു ട്രക്ക് ഫുൾ ഓഫ് ഗ്രേവലാണ്. ഞങ്ങൾ എന്ന് പറയുന്ന ട്രക്ക് ആ കാറിലേക്ക് വന്ന് ഇടിച്ചാൽ നഷ്ടപ്പെടുന്നത് കംപ്ലീറ്റ് മെർസിഡീസിനായിരിക്കും, ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പറഞ്ഞതെങ്കിലും സോഷ്യൽ മീഡിയ അതിനെ വലിയൊരു ജോക്കായിട്ടും സ്വന്തമായിട്ടുള്ളൊരു എംബറാസ്മെൻറ്റുമായിട്ട് അത് കണ്ടുപിടിച്ചതെന്നുള്ളതാണ്. അതായത് ആൾക്കാർ വളരെ മീംസും കാർട്ടൂൺസും വന്നു തുടങ്ങിയത് മെർസിഡീസ് ബെൻസിൽ ഇടിക്കുന്നതിന് മുമ്പ് തന്നെ ലോറി മറഞ്ഞുപോയി എന്നുള്ള രീതിയിലേക്ക് അത് ഒരു ജോക്കായിട്ട് മാറി എന്നുള്ളതാണ്. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, പാകിസ്ഥാനും US തമ്മിലുള്ള ബൈലാറ്ററൽ ട്രേഡിന്റെ സൈസ് എത്രയെന്ന് അറിയോ? $10 ബില്യൺ. നമ്മളും USA തമ്മിലുള്ള ട്രേഡ് എത്രയെന്നറിയോ? ട്രേഡ് ഡീൽ സൈസ് 135 ബില്യൺ. അവരെക്കാട്ടിലും 10 സൈസ് വലുതായിട്ട് ട്രേഡ് ഡീലുള്ള ഒരു രാജ്യമാണ് നമ്മളെന്നാണ്. അത് മാത്രമല്ല ഗ്ലോബൽ ഗ്രോത്തിൻ്റെ 16% ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതായത് ഇന്ത്യ കണ്ടിന്യൂസ് ടു ബി ദ മോസ്റ്റ് ഡാഷിങ് എക്കണോമി ഇൻ ദ വേൾഡ് എന്നുള്ള അങ്ങനത്തെ രാജ്യത്തിനാണ് അദ്ദേഹം അവിടെ ഇരുന്ന്
വെല്ലുവിളിച്ചതെന്നുള്ളതാണ് ഭയങ്കര രസകരമായിട്ടുള്ള കാര്യം. അതിന് എനിക്ക് തോന്നുന്നു ഇതിനൊരു മറുപടിയാണെന്ന് തോന്നുന്നത്. അതായത് ഇന്ത്യയുടെ എയർ ചീഫ് മാർഷൽ പറഞ്ഞില്ലേ, അതായത് ഞങ്ങൾ ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ 6 പാകിസ്ഥാനി ഫ്ലൈറ്റ്സ് ആണ് ഞങ്ങൾ അടിച്ചിട്ടത്, 5 ഫൈറ്റർ ജെറ്റ്സ് ആണ്, വേറെ ഒന്നെന്ന് പറയുന്നത് ഒരു എയർക്രാഫ്റ്റ് ആണ്, ലാർജ് എയർക്രാഫ്റ്റ് ആണ്, അല്ലെങ്കിൽ ഈ പറയുന്ന AWC ആണ്, ഏതാണ്ട് 300 മീറ്റർ അകലെ വെച്ചിട്ടാണ് ഞങ്ങൾ അതിനെ അടിച്ചിട്ടതെന്നും കൂടെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല പ്രൈം മിനിസ്റ്റർ ഇന്നലെ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു സൺഡേ. അതായത് ബാംഗ്ലൂർ മെട്രോ പ്രോജക്റ്റിന്റെ 3rd ഫേസ് ഉദ്ഘാടനം ചെയ്യാനായിട്ട്, അതായത് 15,600 കോടിയുടെ ഒരു പ്രോജക്റ്റ് ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം സ്ട്രെസ് ചെയ്ത് പറയുകയും ചെയ്തു, ഇന്ത്യൻ ടെക്നോളജി ഈ പറയുന്ന പോലെ മേക്ക് ഇൻ ഇന്ത്യയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സക്സസ് എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. പിന്നെ ചെറുതായിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ ഒരു ശരിക്കും പറഞ്ഞാൽ 2 രീതിയിൽ ആ ന്യൂസിനെ കാണാം. ICICI ബാങ്കിൻ്റെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മളൊരു സിറ്റിസനെ സംബന്ധിച്ച് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അതെന്ന് പറഞ്ഞാൽ, അതായത് ICICI ബാങ്ക് അതിൻ്റെ ആവറേജ് ക്വാർട്ടർലി ബാലൻസ്, അവരുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് പുതിയതായിട്ട് തുടങ്ങുന്നതിൻ്റെ ആവറേജ് ക്വാർട്ടർലി ബാലൻസ്, മിനിമം ബാലൻസ് അവർ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. അതായത് അർബൻ ഏരിയയിൽ 10,000 റുപ്യ ആയിരുന്നത് അവരിപ്പോൾ അത് 50,000 രൂപ ആക്കി എന്നുള്ള. സെമി അർബൻ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ 5,000 റുപ്യ ആയിരുന്നത് അവർ 25,000 രൂപയാക്കി, റൂറൽ മേഖലകളിൽ 5,000 ആയിരുന്നത് 10,000 ആക്കി കൂട്ടി എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ വളരെ മോശമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് വേറൊരു കാര്യമുണ്ട്, ഈ ബാങ്കിൽ തന്നെ അക്കൗണ്ട് തുടങ്ങണമെന്നില്ല, നൂற்றுകണക്കിന് ബാങ്ക് വേറെ ഉണ്ട് എന്നുള്ളതാണ്, അവിടെ തുടങ്ങാമെന്നുള്ള. ബട്ട് ഒരു ഷെയർ ഹോൾഡറിനെ സംബന്ധിച്ച് ഇതൊരു പോസിറ്റീവ് ന്യൂസ് ആണ്. കാര്യം അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതായത് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ബാങ്ക് അക്കൗണ്ടിൽ 1,000 രൂപ കിടക്കുന്ന കസ്റ്റമേഴ്സിനും 1,00,000 രൂപ കൊടുക്കുന്ന കസ്റ്റമേഴ്സിനും 1,00,000 രൂപ കിടക്കുന്ന കസ്റ്റമേഴ്സിനും ബാങ്ക് പ്രൊവൈഡ് ചെയ്യേണ്ട സർവീസസ് അല്ലെങ്കിൽ കോസ്റ്റ് ടു ദാറ്റ് കസ്റ്റമർ ഇസ് സെയിം, എന്നാൽ റിട്ടേൺ സെയിം അല്ല. അപ്പോൾ ഒരു ബാങ്കിൻ്റെ ഷെയർ ഹോൾഡറിനെ സംബന്ധിച്ചിടത്തോളം ലാർജർ ടിക്കറ്റ് ക്ലയൻസിനെ കിട്ടുന്നത് ബാങ്കിന് നല്ലതാണെന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിനെ കുറിച്ച് ഒരു നല്ലൊരു പോസിറ്റീവ് ന്യൂസ് ഉണ്ടെന്നുള്ളതാണ്. അതായത് ഈ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് ഈ LPG കൊടുക്കുന്നതിൽ ഒരു അണ്ടർ റിക്കവറീസ് ഉണ്ട്, അവർക്കൊരു ഷോർട്ട് ഫോൾ ഉണ്ട്. അത് ഏതാണ്ട് 41,300 കോടിയാണ് FY26 എന്ന് പറയുന്നത്. ഇപ്പം ഏതാണ്ട് ഗവൺമെൻറ് ഒരു കോമ്പൻസേഷൻ അതിന് കൊടുത്തിരിക്കുന്നു, ഏതാണ്ട് 30,000 കോടി. അതായത് ഫുള്ള് കൊടുത്തിട്ടില്ല, 30,000 കോടിയെ കൊടുത്തുള്ളൂ. പക്ഷെ അത് തന്നെ ഒരു വെൽക്കം മൂവാണ്. ഇനി ഇതോടുകൂടി നിർത്തുമോ, ഇനി ബാക്കി ഉള്ള ഇതും കൂടെ കൊടുക്കുമോ എന്നുള്ള കാര്യം അറിയില്ല. ബട്ട് അത് ഏതായാലും ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് ആയിട്ടുള്ള BPCL, HPCL, IOCക്കൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും എന്നുള്ളതാണ്. മാർക്കറ്റിൽ അതിൻ്റെ റിപ്പർക്കഷൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു റിസൾട്ട് ഞാൻ ഒറ്റ നോക്കുന്നത് വെച്ചാൽ, ഞാനിപ്പോൾ ലാർജ് ക്യാപ് കമ്പനീസ് പറയണമെങ്കിൽ എന്തെങ്കിലും മാർക്കറ്റിൽ ഒരു റിട്ടേൺ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലുള്ള കമ്പനിക്കായിരിക്കുമല്ലോ അത് ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. അതിനകത്ത് വരുന്ന ഒരു കാര്യം വെച്ചാൽ അതിൻ്റെ റവന്യൂ -3% ഡൗൺ ആയിരുന്നു. ടാറ്റ മോട്ടോഴ്സിന്റെ നെറ്റ് പ്രോഫിറ്റ് ഏതാണ്ട് 35% ഡൗൺ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ മാർജിൻ സിംഗിൾ ഡിജിറ്റിലായി. അതുകൊണ്ട് റിസൾട്ട് മോശമായിരുന്നു, ബട്ട് ഇൻ ലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. അതായത് ടാരിഫിന്റെ ഇമ്പാക്ട് ഈ റിസൾട്ടിൽ വന്നു തുടങ്ങി. അതായത് 3.8% ഓഫ് Q1 സെയിൽസിലാണ് അത് ഇമ്പാക്ട് വരുന്നത് എന്നുള്ളതാണ്. അതുതന്നെ മാനേജ്മെന്റ് തന്നെ പറയുന്ന ഒരു കാര്യം വെച്ചാൽ ടാരിഫിന്റെ ഇമ്പാക്ട് FY26 500 to 600 മില്യൺ പൗണ്ട്സ് ആയിരിക്കും എന്നുള്ളൊരു ക്ലാരിറ്റി തന്നെ. നമ്മൾ ഈ പറഞ്ഞ പോലെ ബാബ കല്യാണി ഭാരത് ഫോർജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, ചില കമ്പനീസ് അതിന്റെ ക്ലാരിറ്റി തരുമ്പോൾ നമുക്ക് അതിന്റെ കാൽക്കുലേഷൻ ഈസി ആകും. അപ്പോൾ FY26 ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ 500 to 600 മില്യൺ പൗണ്ട്സ് ആണ്. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ 300 to 400 മില്യൺ പൗണ്ട്സ് ആയിരിക്കും സബ്സിക്വൻറ്റ് ഇയേഴ്സിൽ വരുന്ന ഹിറ്റ്. അപ്പോൾ പക്ഷേ എങ്കിലും ഈ മാനേജ്മെൻറ്റ് പറയുന്ന ഒരു കാര്യം എന്നറിയോ, JLRന്റെ ഡിമാൻഡ് ശരിക്കും പറഞ്ഞാൽ US ഇപ്പോഴും ഹെൽത്തി ആയിട്ട് തന്നെ തുടരുന്നു. UK സ്റ്റേബിളാണ്. മോശമായിട്ടുള്ള ചൈനയും യൂറോപ്യൻ യൂണിയനും തന്നെയാണ്. പക്ഷേ അവർ ഗൈഡൻസ് നന്നായിട്ട് പറഞ്ഞിരിക്കുന്നു. ഏതാണ്ട് JLR FY26 5% തൊട്ട് 7% വരെ ഗൈഡൻസ് പറഞ്ഞത് നല്ലതാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ ഇപ്പം നെഗറ്റീവ്സ് ഒക്കെ നിൽക്കുന്നെങ്കിലും തീർച്ചയായിട്ടും ഗോയിങ് ഫോർവേഡ് ഫെസ്റ്റീവ് സീസൺസ് വരികയാണ്. ഇവരുടെ സെയിൽസ് ചിലപ്പോൾ നന്നാവും. ഒന്നാമത്തെ കാര്യം JLRനെ കുറിച്ചും അവർക്ക് നല്ല ഗൈഡൻസ് ആണെന്നുള്ള. 3 അതിനകത്ത് നല്ലൊരു ടെയിൽവിൻഡ് കിടക്കുന്നത്. അതിനകത്തൊരു ഡീമർജർ ന്യൂസ് ഉണ്ട്. പാസഞ്ചർ വെഹിക്കിൾസും ഈ പറഞ്ഞ പോലെ കമേഴ്ഷ്യൽ വെഹിക്കിൾസുമായിട്ട് ഡീമർജ് ചെയ്ത് ഈ ഒറ്റ സ്റ്റോക്ക് 2 സ്റ്റോക്കായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല ഇന്ത്യയും UK തമ്മിലുള്ള FTA കാരണം എത്രത്തോളം JLRന്റെ എന്താ പറയുക പ്രൈസ് ഇന്ത്യയിൽ കുറയും എന്നുള്ളത് കാര്യം. അത് ഇന്ത്യയിൽ പ്രൈസ് കുറയുകയാണെങ്കിൽ സെയിൽസ് നന്നായിട്ട് കൂടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടെ മാർക്കറ്റ് നമ്മൾ ലൈവിൽ പോകുന്നതിന് മുമ്പ് പറയേണ്ട ഒരു കാര്യം, സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളെ സ്റ്റോക്സിലെ കമ്പനികളിൽ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് സംഭവമുണ്ട്. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ വെച്ചാൽ RPT എന്നാണ് നമ്മൾ അതിൻ്റെ ഷോർട്ട് ഫോം പറയുന്നത്. അതായത് നമ്മുടെ ഇപ്പോൾ ഒരു ലിസ്റ്റഡ് കമ്പനി എന്ന് വിചാരിക്കാം. ഈ ലിസ്റ്റഡ് കമ്പനിക്ക് ചിലപ്പോൾ റോ മെറ്റീരിയൽസ് മേടിക്കേണ്ടി വരും, അല്ലേ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗുഡ്സ് ആൻഡ് സർവീസസ് മേടിക്കേണ്ടി വരും. അത് ചിലപ്പോൾ ഇപ്പോൾ ഈ ലിസ്റ്റഡ് കമ്പനി അല്ലാതെ ഇതിൻ്റെ പ്രൊമോട്ടറിന് ചിലപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനി ആയിരിക്കും.
ഈ പ്രൈവറ്റ് കമ്പനി, അതായത് പ്രൊമോട്ടറിന് പ്രൈവറ്റ് കമ്പനിയുണ്ട്, പബ്ലിക് കമ്പനിയുണ്ട്. ഈ പബ്ലിക് കമ്പനി ലിസ്റ്റഡ് ആണ്, അതിനകത്ത് നമ്മളും ഷെയർ ഹോൾഡേഴ്സ് ആണ്, പ്രൊമോട്ടറും ഷെയർ ഹോൾഡർ. ബട്ട് വേറൊരു കമ്പനിയുണ്ട്, ഈ കമ്പനി സ്വന്തം കമ്പനി, പ്രൊമോട്ടറിന്റെ സ്വന്തം കമ്പനി. ആ സ്വന്തം കമ്പനി പ്രൈവറ്റ് കമ്പനിയാണ്, അതിനകത്ത് നമുക്കൊന്നും എൻട്രി ഇല്ല. പക്ഷെ നമ്മുടെ ഈ മെയിൻ പബ്ലിക് കമ്പനി, ലിസ്റ്റഡ് കമ്പനി, ചില സാധനങ്ങൾ ഈ പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് മേടിക്കും. അതായത് പ്രൊമോട്ടറിന്റെ ചിലപ്പോൾ അത് റോ മെറ്റീരിയൽ ആയിരിക്കാം, ചിലപ്പോൾ ഗുഡ്സ് ആയിരിക്കാം, സർവീസസ് ആയിരിക്കാം. ഇങ്ങനെ സാധാരണ വരാറുണ്ട്. നമ്മളത് എവിടെ കാണാമെന്ന് വെച്ചാൽ ശരിക്കും ഈ കമ്പനികളുടെ ആനുവൽ റിപ്പോർട്ട് നമുക്ക് കിട്ടില്ലേ. അപ്പോൾ അതിനകത്ത് 3 സ്റ്റേറ്റ്മെന്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്ന് ബാലൻസ് ഷീറ്റ്, ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്, ആ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് എന്താണ് ഉള്ളതെന്നുള്ള വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല, ഈ ഓഡിറ്റേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ ആനുവൽ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് ഓഡിറ്റർ ശരിക്കും പറഞ്ഞാൽ കുറേ ക്വാളിഫിക്കേഷൻസ് കൊടുക്കും, കുറേ നോട്ട് എഴുതും, ഓഡിറ്റർ ക്വാളിഫിക്കേഷൻ. ആ ഓഡിറ്റർ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിലും റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് നമുക്ക് നന്നായിട്ട് അറിയാം എന്നുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ചെറുതായിട്ടൊക്കെ നടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഒരു സബ്സ്റ്റാൻഷ്യൽ എമൗണ്ടിൽ കൂടുതൽ നടക്കുകയാണെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എല്ലാ കാര്യങ്ങളും നന്നാവണമെന്നില്ല. ചിലപ്പോൾ ഒരു നല്ല കാര്യത്തിനായിരിക്കാം, ചിലപ്പോൾ ചില പ്രൊമോട്ടേഴ്സ് അത് ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ലിസ്റ്റഡ് കമ്പനി കിടക്കുന്ന ക്യാഷ്, ആ ക്യാഷ് എന്ന് പറയുന്നത് പ്രൊമോട്ടറിൻ്റെ മാത്രമല്ല, അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന നമ്മളെപ്പോലത്തെ ജനങ്ങളുടെയും കൂടെയാണ് ഈ ക്യാഷ് എന്ന് പറയുന്നത്. ഈ ക്യാഷ് ചില പ്രൊമോട്ടേഴ്സ് ഇതിനകത്തുനിന്ന് സൈഫൺ ചെയ്ത് അവരെ പ്രൈവറ്റ് കമ്പനിയിലേക്ക് മാറ്റാനായിട്ട് ചിലപ്പോൾ ബോഗസ് എൻട്രി ഇടും, അല്ലെങ്കിൽ 10 രൂപയുടെ സാധനം 100 രൂപയ്ക്ക് വാങ്ങിപ്പിക്കും. എന്നിട്ട് ഈ പൈസ ഇവിടുന്ന് അവരെ പ്രൈവറ്റ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടികൾ സ്ഥിരമായിട്ടുണ്ട്. അപ്പോൾ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ഒരു റെഡ് ഫ്ലാഗ് ആണ് അതിനെ സംബന്ധിച്ച്. അപ്പോൾ സെബി പറയുന്നതെന്ന് വെച്ചാൽ സെബി റിക്വയർസ് ശരിക്കും പറഞ്ഞാൽ ഈ കമ്പനീസ് ടു ഡിസ്ക്ലോസ് ഇറ്റ്. അതായത് ഒരു ത്രഷോൾഡിന് മുകളിൽ ആണ് ഈ ട്രാൻസാക്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യണം. സെബി അടുത്ത കാലത്ത് ഒരു ഡിസ്കഷൻ പേപ്പർ ഇറക്കിയിട്ടുണ്ട് പബ്ലിക്കായിട്ട്. അതായത് ആൾക്കാർ അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയണം, എന്നിട്ട് സെബിക്ക് റൂൾ ഫ്രെയിം ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻസ് P&L കാണിക്കും, ഈ ട്രാൻസാക്ഷൻ ബാലൻസ് ഷീറ്റിലും ഉണ്ടാവും. അത് വളരെ ശ്രദ്ധിച്ച് നോക്കണം എന്നുള്ളതാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ബിസിനസ് സ്റ്റാൻഡേർഡിൻ്റെ റിപ്പോർട്ട് വെച്ചിട്ട് അത് നല്ല സബ്സ്റ്റാൻഷ്യലായിട്ട് കോവിഡിന് മുമ്പേ ഉള്ളതിനേക്കാളും ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് കാണിക്കുന്നത്, വിച്ച് ഈസ് എ വെൽക്കം എന്നുള്ള. അപ്പോൾ ഇന്നത്തെ വേറൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് നമുക്ക് അതിൻ്റെ ജാസ്മിൻ്റെ ബർത്ത്ഡേ കാരണം നമുക്കിത് പറയാം എന്നുള്ളത്. അതായത് FY19 ഈ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ആസ് എ പ്രൊപ്പോർഷൻ ഓഫ് ബാലൻസ് ഷീറ്റിൻ്റെ പ്രൊപ്പോർഷനായിട്ട് FY19 വന്നിരിക്കുന്നത് 6.5% ആണെങ്കിൽ അത് കുറഞ്ഞ് 2025 ആയപ്പോൾ 5.8 ആയിട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ആസ് എ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് FY19 14.4 ആണെങ്കിൽ അതിപ്പോൾ കുറഞ്ഞ് 11.9% ആയി എന്നുള്ളതാണ്. ഇത് ഏതാണ്ട് ബിസിനസ് സ്റ്റാൻഡേർഡ് ചെയ്തിരിക്കുന്ന ഈ ടോപ്പ് BSE 500 കമ്പനീസിലെ 262 കമ്പനീസിനെ അനലൈസ് ചെയ്തിരിക്കുന്ന കിട്ടുന്ന റിപ്പോർട്ടാണ്. അപ്പോൾ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ, അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞാൽ പ്രൊമോട്ടേഴ്സിന്റെ വൃത്തികേട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് എന്തുകൊണ്ട് അവർ കുറഞ്ഞു എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഇവിടെ ഇപ്പോൾ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഡിജിറ്റലായി. അതുമാത്രമല്ല സോഷ്യൽ മീഡിയയൊക്കെ ഭയങ്കരമായിട്ട് ഉയർന്നു. ഒരുപാട് അനലിസ്റ്റുകളും സിസ്റ്റത്തിലേക്ക് വന്ന് വാട്സപ്പ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ മെസ്സേജുകൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പ്രൊമോട്ടറിൻ്റെ കള്ളത്തരങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് ഡിജിറ്റലായിട്ട് ഒരു എക്കണോമി ഉയർന്നു വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്തുള്ള ഈ പറയുന്ന പോലെ ഈ വൃത്തികെട്ട ഡീലുകൾ, ഗ്രേ ഷെയ്ഡ്സ് ആയിട്ടുള്ള ഡീലുകൾ കുറഞ്ഞു വരും. കാര്യം എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറന്റ് ആവും. അതുമാത്രമല്ല ഇറ്റ് വിൽ ബി സബ്ജക്ട് ടു ലാർജർ ഓഡിറ്റ് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് എന്നുള്ള. അപ്പോൾ ഈ ഒരു കാര്യത്തോടു കൂടിയാണ് നമുക്കിപ്പോൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് അവസാനിപ്പിച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് ലൈവ് അപ്ഡേറ്റ്സ് നമുക്ക് എടുക്കാം. ജാസ്മിൻ, ഏതായാലും ഇന്ന് മാർക്കറ്റിന്റെ ഒരു ലൈവ് അപ്ഡേറ്റ് ആദ്യ മിനിറ്റിൽ നൽകുന്നത് നിഖിലാണ്. നിഖിലിന്റെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് നിഖിൽ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. നിഖിൽ, ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലാണ് ഉള്ളത്. 24,347 എന്നുള്ള ഒരു ഓപ്പണിംഗിൽ നിന്നും 24,428 എന്നുള്ള ഒരു ഡേ ഹൈ നിഫ്റ്റി ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും മറ്റ് പ്രധാനപ്പെട്ട സെക്ടേഴ്സൊക്കെ തന്നെ ഈ മിനിറ്റിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്? ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഏകദേശം ഒരു 50 പോയിന്റുകളോട് ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. നിലവിൽ 24,411 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50യിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോയിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിൽ 34 ഓഹരികൾക്ക് നിഫ്റ്റി 50യിൽ നിന്ന് നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നു. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 0.5% മുകളിലുള്ളൊരു നേട്ടം നിഫ്റ്റി ബാങ്ക് സൂചികയും ഇപ്പോൾ കാഴ്ചവെക്കുന്നു. ഏകദേശം 8 ബാങ്കിങ് ഓഹരികൾ നിലവിൽ ഇപ്പോൾ നേട്ടം കാഴ്ചവെക്കുന്നു. 4 ഓഹരികൾക്കാണ്
ഒരു ഇടിവുള്ളത്. നിഫ്റ്റി 50ലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ നിലവിലെ ഒരു കമ്പനികളുടെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ മികച്ച ഒരു പെർഫോമൻസ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഗ്രാസിം ഇൻഡസ്ട്രീസിൻ്റെ ഓഹരികളാണ്. ഏകദേശം 2.25% ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗ്രാസിമിൻ്റെ ഓഹരികൾക്ക് സാധിക്കുന്നു. ഇന്നത്തെ ഒരു പ്രീ മാർക്കറ്റ് മുതൽ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ ഒരു ടോപ്പ് ഗെയിനറായിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഗ്രാസിമിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ഒരു നേട്ടം ഇപ്പോൾ ഗ്രാസിം തുടരുന്നു. രണ്ടാമത് കാണാൻ സാധിക്കുന്നത് സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഓഹരിയാണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം റിലേറ്റീവ്ലി മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു പാദഫലവും മറ്റുമൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ബാങ്കിനും സാധിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ഓഹരി പരിശോധിക്കുമ്പോൾ ഏകദേശം 2% മുകളിലുള്ളൊരു നേട്ടം സ്റ്റേറ്റ് ബാങ്ക് കാഴ്ചവെക്കുന്നു. അഡാനി എൻ്റർപ്രൈസസ് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1.5%-ഓളമുള്ളൊരു നേട്ടം അഡാനി എൻ്റർപ്രൈസസിൻ്റെ ഓഹരികൾ രേഖപ്പെടുത്തുമ്പോൾ ട്രെൻഡിൻ്റെ ഓഹരികൾക്ക് ഏകദേശം 1.25% മുകളിലുള്ളൊരു നേട്ടവും ഉണ്ടാകുന്നു. NTPC പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം ഒരു 3.25%-ഓളമുള്ളൊരു നേട്ടമാണ് കാണാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് ഇടിവ് നേരിടുന്ന കമ്പനികളിലേക്ക് വരികയാണെങ്കിൽ ടൈറ്റൻ്റെ ഓഹരികൾക്കാണ് ഇപ്പോൾ വലിയ രീതിയിൽ നിഫ്റ്റി 50 കമ്പനികളിൽ നിന്ന് ഒരു ഇടിവുണ്ടാകുന്നത്. ഏകദേശം 1.25%-ഓളമുള്ളൊരു ഇടിവ് ടൈറ്റൻ രേഖപ്പെടുത്തുമ്പോൾ ICICI ബാങ്ക് ഓൾമോസ്റ്റ് 3.25%-ഓളം, ഹീറോ മോട്ടോകോപ്പിൻ്റെ ഓഹരികൾ കണക്കിലെടുക്കുകയാണെങ്കിലും ഏകദേശം 0.5% മുകളിലുള്ളൊരു ഇടിവ് ഹീറോ മോട്ടോകോപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അടുത്തായിട്ട് നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്ക് സൂചിക നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 180 പോയിന്റുകളോളമുള്ളൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 55,186 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിൽ നിലവിൽ ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. നിഫ്റ്റി ബാങ്കിങ് കമ്പനികളുടെ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലും പഞ്ചാബ് നാഷണൽ ബാങ്ക് ഓഹരികൾ ഏകദേശം ഒരു 1.5% ഒരു നേട്ടം രേഖപ്പെടുത്തുന്നു. ബാങ്ക് ഓഫ് ബറോഡ 1.25% മുകളിലുള്ളൊരു നേട്ടം കാഴ്ചവെക്കുമ്പോൾ കാനറ ബാങ്ക് ഓഹരികളിലും ഏകദേശം 1.5%-ഓളമുള്ളൊരു നേട്ടം ഉണ്ടാകുന്നു. എങ്കിലും ഇടിവിലുള്ള ബാങ്കിങ് ഓഹരികൾ നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ AU സ്മോൾ ഫിനാൻസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1.5% ഒരു ഇടിവുണ്ടാകുന്നു. ICICI ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിലും നിലവിൽ ഏകദേശം 3.25%-ഓളമുള്ളൊരു ഇടിവ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാണാനും സാധിക്കുന്നു. സെക്ടേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് നിലവിൽ ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. എങ്കിലും കൂടുതൽ സൂചികൾക്ക് ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നു. ഇതിൽ തന്നെ ഒരു മികച്ച രീതിയിലുള്ള ഒരു മൊമെൻറ്റം കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി PSU ബാങ്കിങ് സൂചികയിലാണ്. നിഫ്റ്റി PSU ബാങ്കിങ് സൂചിക പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1.5%-ന് മുകളിൽ 1.25%-ഓട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു നേട്ടം PSU ബാങ്കിങ് സൂചിക കാഴ്ചവെക്കുന്നു. റിയൽറ്റി സൂചികയിലേക്ക് കടക്കുകയാണെങ്കിലും 0.5%-ന് മുകളിലുള്ളൊരു നേട്ടം നിഫ്റ്റി റിയൽറ്റിയിലും ഉണ്ടാകുന്നു. നിഫ്റ്റി PSU ബാങ്കിങ് സൂചിക നിലവിൽ ഏകദേശം 1.25%-ഓട് ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 6,993 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി റിയൽറ്റിയിലെ ഒരു ട്രേഡിങ്ങും പുരോഗമിക്കുന്നത്. ഇതിൽ തന്നെ കമ്പനികളുടെ ഒരു പെർഫോമൻസ് നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ബാങ്കിൻ്റെ ഓഹരികളെ സംബന്ധിച്ചിടത്തോളം മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഉണ്ടാകുന്നു. ഏകദേശം 2.25% ഒരു നേട്ടം ഇന്ത്യൻ ബാങ്ക് രേഖപ്പെടുത്തുമ്പോൾ ബാങ്ക് ഓഫ് ബറോഡ 1.25%-ന് മുകളിലും ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1.5%-ന് മുകളിലുമുള്ളൊരു നേട്ടം ഉണ്ടാകുന്നു. അങ്ങനെ ആകെ പൂർണ്ണമായി നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് നിഫ്റ്റി PSU ബാങ്കിങ് സൂചികയിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി റിയൽറ്റിയിലേക്ക് വരികയാണെങ്കിലും ഏകദേശം 0.5%-ന് മുകളിലുള്ളൊരു നേട്ടമാണ് നിഫ്റ്റി റിയൽറ്റിയിൽ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അത്ര മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഉണ്ടായില്ലെങ്കിൽ കൂടി റിയൽറ്റി ഇന്നത്തെ ഒരു ആദ്യത്തെ ഒരു തുടക്ക ദിനത്തിൽ ഒരു മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്നു. നിലവിൽ 879 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി റിയൽറ്റിയിൽ ട്രേഡിംഗ് പുരോഗമിക്കുമ്പോൾ മഹീന്ദ്ര ലൈഫ് സ്പേസ് ഓഹരികൾ ഏകദേശം 1%-ഓളമുള്ളൊരു നേട്ടം കാഴ്ചവെക്കുന്നു. ലോധ ഡെവലപ്പേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1.25%-ഓളമുള്ളൊരു നേട്ടവും ബ്രിഗേഡ് എൻ്റർപ്രൈസസ് 3.25%-ന് മുകളിലുള്ളൊരു നേട്ടവും കാഴ്ചവെക്കുമ്പോൾ റെയ്മണ്ടിൻ്റെ ഓഹരിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 1.5%-ഓളമുള്ളൊരു ഇടിവ് റെയ്മണ്ടിൻ്റെ ഓഹരികളിലും ഉണ്ടാകുന്നു. നിലവിലെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം നേരിട്ടുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റി മീഡിയ സൂചികയാണ്. ഏകദേശം ഒരു 0.5%-ഓട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 1627 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി മീഡിയയിലും ഒരു ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. അടുത്തതായിട്ട് ഒരു ബ്രോക്കറേജ് റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ജെഫ്രീസ് നിലവിൽ ടാറ്റ മോട്ടോഴ്സിന് നൽകിയിരിക്കുന്ന ഒരു ബ്രോക്കറേജ് റിപ്പോർട്ടാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു അണ്ടർ പെർഫോം റേറ്റിംഗ് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിന് മുകളിൽ ജെഫ്രീസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ടാർഗറ്റ് പ്രൈസസ് പരിശോധിക്കുകയാണെങ്കിൽ 600 രൂപയിൽ നിന്ന് നിലവിൽ 550 രൂപ എന്നൊരു നിരക്കിലേക്ക് ടാർഗറ്റ് പ്രൈസ് വെട്ടിക്കുറച്ചതായിട്ടും കാണാൻ സാധിക്കുന്നു. നിലവിൽ ഏകദേശം ഒരു 648 രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിലവിൽ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൽ ട്രേഡിംഗ് നടക്കുന്നത്. ഇതൊരു കറക്ഷൻ ഈ ഓഹരിയിൽ നടക്കും. ഇതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് കമ്പനിയുടെ ഒരു എബിഡയും മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ 10 ക്വാർട്ടറുകളുടെ ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ തുടരുന്നു. കൂടാതെ ബിസിനസ്സിലേക്ക് കടക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ഹെഡ്വിൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നു. അതായത് JLR സെഗ്മെൻറ്റിലേക്കും മറ്റുമൊക്കെ കടക്കുകയാണെങ്കിൽ കോമ്പറ്റീഷനും മറ്റുമൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയുണ്ട്. കൂടാതെ ചൈന അടക്കമുള്ള രാജ്യങ്ങളിൽ JLR സെഗ്മെൻറ്റ് ഒരു കൺസംഷൻ ടാക്സും മറ്റുമൊക്കെ ഏർപ്പാടാക്കിയതും കമ്പനിക്ക് തിരിച്ചടിയാകാം. കൂടാതെ
കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ പ്രധാനപ്പെട്ട മോഡൽസുകൾക്കൊക്കെ തന്നെ ഒരു ഏജിങ് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടിംഗ് ടു ഏജ് എന്നൊരു വേർഡാണ് നിലവിൽ ഇപ്പോൾ ജെഫ്രീസ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് പുതിയ മോഡൽസിനേക്കാൾ കൂടുതൽ പഴയ മോഡലുകൾ വരുന്ന ഒരു പ്രശ്നം നിലവിൽ ടാറ്റ മോട്ടോഴ്സ് നേരിടുന്നു എന്നൊരു കാര്യം കൂടി നിലവിൽ ഇപ്പോൾ ജെഫ്രീസ് ചൂണ്ടിക്കാണിക്കുന്നു. ഈ ഒരു കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഒരു അണ്ടർ പെർഫോം റേറ്റിംഗ് നിലവിൽ ജെഫ്രീസ് ടാറ്റ മോട്ടോഴ്സിന് നൽകിയിരിക്കുന്നു എന്നൊരു കാര്യമാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. മാർക്കറ്റ് അപ്ഡേറ്റ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിലവിലെ മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 ഏകദേശം ഒരു 40 പോയിന്റുകളുടെ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 24,400 എന്ന് പറഞ്ഞൊരു നിരക്കിലും നിഫ്റ്റി ബാങ്ക് 0.5% മുകളിലുള്ളൊരു നേട്ടവും രേഖപ്പെടുത്തുന്നു എന്നൊരു കാഴ്ചയാണ് നിലവിൽ ഇപ്പോൾ മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. ജാസ്മിൻ നിഖിലാണ് ഇപ്പോൾ മാർക്കറ്റിന്റെ ലൈവ് അപ്ഡേറ്റ് നൽകിയത്. നമുക്ക് ഏതായാലും ഈ ഒരു ആഴ്ചയിലെ ടെക്നിക്കൽ ആസ്പെക്ട്സ് അല്ലെങ്കിൽ നിലവിലത്തെ ഒരു സ്ഥിതിവിശേഷത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഹെഡ്വിൻസ് ആയിട്ടുണ്ട്. നിഫ്റ്റിയെയും ബാങ്ക് നിഫ്റ്റിയും ഒക്കെ തന്നെ സംബന്ധിച്ച് മറ്റ് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കൽ ആസ്പെക്ട്സിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മുടെ ഇൻ ഹൗസ് എക്സ്പേർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് പ്രദീപ് സർ ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് ജാസ്മിൻ, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ കോൺസിക്യൂട്ടീവ് സെഷനുകളിൽ, എസ്പെഷ്യലി 6 കോൺസിക്യൂട്ടീവ് സെഷനുകളിൽ വലിയൊരു ഇടിവ് രേഖപ്പെടുത്തിയ ശേഷം ഇപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്തകളൊക്കെ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നിഫ്റ്റി ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് കാഴ്ചവെക്കുന്നുണ്ട്. നിലവിലത്തെ ഈ ഒരു മൂവ്മെൻറ്റ് ഒരു ഷോർട്ട് കവറിംഗ് മാത്രമായിട്ടാണോ സർ വിലയിരുത്തുന്നത്? ജാസ്മിൻ, നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു നേരിയ റിക്കവറി ഷോർട്ട് കവറിംഗ് എന്ന് പോലും വിലയിരുത്താൻ സാധിക്കുന്നുണ്ട്. കാര്യം നിഫ്റ്റി 50യുടെ കേസിൽ എല്ലാം കൂടെ 38 പോയിന്റിന്റെ ഒരു മൂവ്മെന്റ് ഇതുവരെയും കാണാൻ സാധിച്ചിട്ടുള്ളൂ. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഒരേ ഒരു കാര്യം പറയാൻ സാധിക്കുന്നു, ഇതുവരെ 24,400 പോയിന്റിന്റെ സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു സപ്പോർട്ടിനെ താഴോട്ട് നിന്ന് ക്ലോസ് ചെയ്താൽ വീണ്ടും സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാൻ സാധിക്കും. സർ, അതോടൊപ്പം തന്നെ നിഫ്റ്റി അപേക്ഷിച്ച് ബാങ്ക് നിഫ്റ്റി ഒരു അല്പം കൂടി മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. ഏകദേശം ഒരു 200 പോയിന്റിനടുത്ത് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഒരു മൂവ്മെന്റ് കാഴ്ചവെക്കുന്നു. എസ്പെഷ്യലി PSU ബാങ്ക് ഒക്കെ തന്നെ ഒരു വളരെ സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഇന്നത്തെ ഒരു ദിവസം കാഴ്ചവെക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് കാര്യമായിട്ട് മൂവ്മെന്റ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. വളരെ സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് നമുക്ക് PSU ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 7,100 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കും. പ്രദീപ് സർ, ഇനി സ്റ്റോക്ക് സ്പെസിഫിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇന്നിപ്പോൾ 2% കൂടുതൽ ഒരു മൂവ്മെന്റ് സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. കമ്പനിയുടെ റിസൾട്ടുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻലൈൻ ആയിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു നമ്പേഴ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഏതായാലും അതിന് പിന്നാലെ ബ്രോക്കറേജ് ഒരു മിക്സഡ് ആയിട്ടുള്ള വ്യൂ തന്നെ നൽകിയിരിക്കുന്നു. ഏതായാലും ടാറ്റ മോട്ടോഴ്സ് വളരെ പോസിറ്റീവ് നോട്ടിൽ ട്രേഡ് ചെയ്യുമ്പോൾ നിലവിലത്തെ ഒരു അണ്ടർടോൺ എങ്ങനെയാണ് ടാറ്റ മോട്ടോഴ്സിനെ വിലയിരുത്തുന്നത്? ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് ഇന്ന് ഈ ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ ബൈ ചെയ്യാൻ ഒരു അവസരം കാണുന്നില്ല. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. പ്രദീപ് സർ, മറ്റൊരു സ്റ്റോക്ക് മണപ്പുറം ഫിനാൻസ് ആണ്. ഏതായാലും പ്രതീക്ഷകൾക്കൊത്തുയരാത്ത ഒരു റിസൾട്ടുകൾ ഇന്ന് സ്റ്റോക്കിലും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 1.25% ഒരു ഇടിവ് മണപ്പുറം ഫിനാൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റിൽ 75% ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഒരു ഡിക്ലൈൻ ആണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ കാര്യമായിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട സെഗ്മെന്റിലും കമ്പനിക്ക് തിരിച്ചടി നേരിട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. മണപ്പുറത്തിലുള്ള സാറിന്റെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം വ്യൂ എങ്ങനെയാണ്? മണപ്പുറത്തിന്റെ കേസിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിരിക്കുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി വൈൻഡ് അപ്പ് ചെയ്യണം. സ്റ്റോക്കിന് 240 രൂപയിൽ സപ്പോർട്ടുണ്ട്. ആ ഒരു സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബെയറിഷായി മാറാൻ ചാൻസസ് ഉണ്ട്. പ്രദീപ് സർ, ക്വാർട്ടർലി നമ്പേഴ്സിന് ശേഷം ഇന്ന് 5% ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു സ്റ്റോക്കാണ് വോൾട്ടാസ്. വോൾട്ടാസിന്റെ നമ്പേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റവന്യൂ, നെറ്റ് പ്രോഫിറ്റ്, എബിഡ എല്ലാ പാരാമീറ്റേഴ്സിലും ഇത്തവണ ഇടിവ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു ക്വാർട്ടർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഏതായാലും വോൾട്ടാസിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ 5% ഇടിവ് രേഖപ്പെടുത്തുന്ന സമയത്ത് ഈ ഒരു സ്റ്റോക്കിലുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? വോൾട്ടാസിന്റെ കേസിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. നമുക്ക് ഈ ഒരു സ്റ്റോക്കിലും ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ കറന്റ് ലെവൽസിൽ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 1360, അതിനുശേഷം 1400.
പ്രദീപ് സർ, മിക്സഡ് ആയിട്ടുള്ള നമ്പേഴ്സിന് ശേഷം ഇന്ന് പവർമെക് പ്രോജക്റ്റ് 2% കൂടുതൽ മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്ക് 3114 രൂപ എന്നുള്ളൊരു നിലവാരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോക്കിന്റെ ഒരു അണ്ടർടോൺ എങ്ങനെയാണ് നിലവിലത്തെ ഒരു കണ്ടീഷനിൽ തുടരുന്നത്? ജാസ്മിൻ, സ്റ്റോക്കിന്റെ പേര് ഒരിക്കൽ കൂടെ പറയാമോ? സർ, പവർമെക് പ്രോജക്ട്സ്. അൺഫോർച്ചുനേറ്റ്ലി ആ സ്റ്റോക്കിന്റെ ഡേറ്റ ലഭിക്കുന്നില്ല. ഇത് അടുത്ത സെഷനിൽ കവർ ചെയ്യാം. യെസ് പ്രദീപ് സർ, ഇന്നത്തെ ഒരു മാർക്കറ്റിന്റെ പെർഫോമൻസിൽ എസ്പെഷ്യലി നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ലീഡ് ചെയ്യുന്ന സ്റ്റോക്ക് ഗ്രാസിമാണ്. ഗ്രാസിമിനെ സംബന്ധിച്ചിടത്തോളം 3% കൂടുതൽ ഒരു നേട്ടം ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മികച്ച നമ്പേഴ്സിന് പിന്നാലെയാണ് ഗ്രാസിമിന്റെ ഒരു പെർഫോമൻസ്. ഗ്രാസിം ഇൻഡസ്ട്രീസിലുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? ഗ്രാസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ്വേസുമായിട്ട് കാണുന്നു. ഈ സ്റ്റോക്കിന് 2760 രൂപയിൽ വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഷോർട്ട് ടേം വീണ്ടും ബുള്ളിഷായി സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. പ്രദീപ് സർ, റിസൾട്ടുകൾക്ക് പിന്നാലെ ആഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ സ്റ്റോക്ക് ഇന്നിപ്പോൾ 3.5% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തി 420 രൂപ എന്നുള്ളൊരു നിലവാരത്തിലേക്ക് ട്രേഡ് ചെയ്യുകയാണ്. റവന്യൂവിൽ 6.8% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റിൽ 50% ഒരു മുന്നേറ്റമാണ് ഇത്തവണ കണ്ടിട്ടുള്ളത്. ആഫ്കോൺ ഇൻഫ്രാസ്ട്രക്ചറിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ആഫ്കോണിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണുമെങ്കിൽ 425 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. സോ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. മറ്റൊരു സ്റ്റോക്ക് ജീനസ് പവർ ആണ്. ഇന്നത്തെ ഒരു മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. കമ്പനിയുടെ ഒരു റിസൾട്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭേദപ്പെട്ട റിസൾട്ടുകൾ കമ്പനി കാഴ്ചവെച്ചിട്ടുണ്ട് ഇത്തവണ. ജീനസ് പവറിലുള്ള സാറിന്റെ ഒരു ടേക്ക് കൂടി. ജീനസ് പവറിന്റെ കേസിലും നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന് 340 രൂപയിൽ വളരെ സ്ട്രോങ് സപ്പോർട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യരുത്. സ്റ്റോക്കിൽ നമുക്ക് ഷോർട്ട് ടേം ബുള്ളിഷ്നെസ് കാണണമെങ്കിൽ 400 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. പ്രദീപ് സർ, അവസാനമായിട്ട് നിലവിലത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ നിക്ഷേപകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്നുണ്ട്. ഏതെങ്കിലും സെക്ടേഴ്സോ സ്റ്റോക്കോ നിലവിലത്തെ ഒരു സിനാരിയോയിൽ സാർ വാച്ച് ചെയ്യുന്നതുണ്ടോ? അറ്റ് ദ മൊമെന്റ് നമുക്ക് പുതിയ പൊസിഷൻസ് എടുക്കാതെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി. 24,400 പോയിന്റിൽ നിഫ്റ്റി 50ക്ക് വളരെ സ്ട്രോങ് സപ്പോർട്ടുണ്ട്. ഈ ആഴ്ച നമുക്ക് ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രം പുതിയ പൊസിഷൻസ് നമുക്ക് ശ്രമിക്കാം. ബട്ട് 3 സ്റ്റോക്സിന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്ന വൺ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, രണ്ടാമത്തെ സ്വിഗ്ഗി, മൂന്നാമത്തെ ട്രെൻഡ് ലിമിറ്റഡ്. Thank you so much, Pradeep sir. Thank you, Jasmine. സുരേഷ് സാർ, ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു ഓപ്പണിംഗ് അവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് നമ്മൾ മിക്കപ്പോഴും മാർക്കറ്റിൻ്റെ കണ്ടീഷൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതിൽ നിന്നും നമുക്ക് ഏത് രീതിയിൽ നമ്മുടെ ഒരു ടേക്ക് എടുക്കാം, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഇത്തരത്തിലുള്ള വീഴ്ചകളിലും നമുക്ക് പെർട്ടിക്കുലർ ഒരു സ്റ്റോക്കിനെ കണ്ടെത്താം എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് മിക്കപ്പോഴും അവതരിപ്പിക്കാറ്. അത്തരത്തിൽ ഇന്ന് ഏത് സ്റ്റോക്കാണ് നമ്മൾ പ്രേക്ഷകർക്കായിട്ട് അവതരിപ്പിക്കുന്നത്? ശ്രീ ജാസ്മിൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതായത് നമ്മൾ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരിക്കലും നമ്മളൊരു സ്റ്റോക്ക് ഐഡിയ അല്ല. അതിന് ടെക്നിക്കലോ അല്ലെങ്കിൽ ഫണ്ടമെന്റലി ഈ ആഴ്ച മേടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കയറും എന്നല്ല. അങ്ങനെ എന്തെങ്കിലും സ്റ്റോക്ക് കയറുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും എന്താ പറയുക, ഈ പറയുന്ന പോലെ അതൊരു ലക്ക് മാത്രമാണെന്നുള്ളതാണ്. നമ്മളൊരു സ്റ്റോക്കിനെ അവതരിപ്പിക്കണമെന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിനെയാണ് അവതരിപ്പിക്കുന്നത്, നമ്മൾ സ്റ്റോക്കിനെ അല്ല അവതരിപ്പിക്കുന്നത്. നമ്മൾ കൂടുതലും പ്രേക്ഷകർ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം വെച്ചാൽ നിങ്ങളുടെ കാഴ്ച കൊണ്ടും നിങ്ങളുടെ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നോ നിങ്ങൾക്ക് റോഡിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത ഡെയിലി ലൈഫിൽ നിന്നോ നിങ്ങൾക്ക് ഒരു ബിസിനസ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ആ കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്നുള്ളൊരു എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക്. ഞാൻ ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് ഐഡിയ ആയിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. എനിക്കൊരു പ്രേക്ഷകരും നമ്മളെ മനസ്സിലാക്കി തുടങ്ങി. നമ്മൾ ഏതാണ്ട് മാർച്ച് 10 മുതലാണ് നമ്മൾ സ്പോട്ട്ലൈറ്റ് ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ സ്പോട്ട്ലൈറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഓപ്പണിംഗ് അവേഴ്സ് നമ്മൾ അവതരിപ്പിച്ചു കൊടുത്തത്. ആദ്യമൊക്കെ പ്രേക്ഷകർക്ക് സംശയം ഉണ്ടായിരുന്നു നമ്മൾ ഈ പറയുന്ന സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക്. ഇപ്പം നമ്മളെ മനസ്സിലാക്കുന്ന പ്രേക്ഷകരാണ് ഉള്ളതെന്നുള്ളതിൽ നമുക്ക് വളരെ സന്തോഷമാണ്. ഈ പറയുന്ന പ്രേക്ഷകരെല്ലാവരും നമുക്ക് വളരെ ഡിയറുമാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ കുടുംബക്കാരെ പോലെ തന്നെ നമ്മൾ മുന്നോട്ട് പോകണു എന്നുള്ള. ഇപ്പോൾ ജാസ്മിൻ, ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്രാവശ്യത്തെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എല്ലാ ഞായറാഴ്ചയും ഞാനും വൈഫും കൂടി
ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോകും. സൂപ്പർ മാർക്കറ്റ് നല്ല മോളിലേക്ക് പോകും. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ പ്രായത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് പുറത്തിറങ്ങണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ തന്നെ ഞങ്ങൾ ഒരു മാസത്തേക്ക് സാധനങ്ങൾ മേടിക്കാറില്ല, ഒരാഴ്ചത്തേക്ക് സാധനങ്ങൾ മേടിക്കാറുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ ആഴ്ചയും നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് ഒരു മോളിൽ പോയിട്ട്, കൂടുതലും ഫോറം മോളിലാണ് എറണാകുളത്ത് നമ്മൾ പോകാറുള്ളത്. അവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഒരു വൈകുന്നേരം വരെയൊക്കെ അവിടെ നിന്ന് ചിലപ്പോൾ ഒരു സിനിമയൊക്കെ കണ്ടിട്ടാണ് തിരിച്ചു വരിക എന്നുള്ള. അപ്പോൾ ഇങ്ങനെയാണ് ജീവിതം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ, സാധാരണ ആർക്കും ഈ പറഞ്ഞ പോലെ ഗ്രോസറി പർച്ചേസ് ചെയ്യാൻ സൂപ്പർ മാർക്കറ്റിൽ പോകാൻ താല്പര്യമില്ല. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കാര്യം വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഐഡിയാസ് കിട്ടുന്നത് നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാര്യം അവിടെ പോയി നിങ്ങൾ ക്യാഷ് കൗണ്ടറും ആൾക്കാരുടെ ബൈയിങ് പാറ്റേണും കാണുമ്പോഴാണ് നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ ഡിമാൻഡ് നമുക്ക് മനസ്സിലാവണമെന്നുള്ള. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പോകുന്ന സൂപ്പർ മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞാൽ കയറിയ ഉടൻ തന്നെ നമ്മൾ ഇടതുവശത്ത് കാണുന്നത് കംപ്ലീറ്റ് സോപ്പ്, ഷാംപൂ, കണ്ടീഷണർ, അങ്ങനത്തെ കാര്യങ്ങളാണ്. കൂടുതലും ഗ്രൂമിങ് സാധനങ്ങൾ, ഹെയർ കെയർ അല്ലെങ്കിൽ ബോഡി കെയർ സാധനങ്ങൾ, ഇത് കംപ്ലീറ്റ് നമ്മുടെ യൂണിലിവറിൻ്റെ കീഴിലുണ്ടെന്നുള്ള. നമ്മൾ പാക്കേജ് ഫുഡ് സെക്ഷൻസിലേക്ക് നമ്മൾ പോകുമ്പോൾ കൂടുതലും ITC ആണ് എന്നുള്ള. നമ്മൾ ഈ ചോക്ലേറ്റ്സിലേക്ക് വരുമ്പോൾ കാഡ്ബറീസും നമ്മുടെ നെസ്ലയുടെ കിറ്റ്കാറ്റും അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും ഉള്ളതെന്നുള്ളത്. പിന്നെ ഈ പറയുന്ന പോലെ ബിസ്ക്കറ്റ് സെക്ഷനിലേക്ക് പോയാൽ ബ്രിട്ടാനിയ, ITCയുടെ സൺഫീസ്റ്റ്, അതുകൂടാതെ തന്നെ പാർലെ ലിസ്റ്റഡ് അല്ല, പാർലയുടെ തന്നെയാണ് ഫ്രൂട്ടി. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. നമ്മൾ ഈ ഫ്രോസൺ ഫുഡ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ സോസേജസ് ഒക്കെ വരുമ്പോൾ വെങ്കീസ്, അത് മാത്രമല്ല ഈ ഗോദ്രേജ് കൺസ്യൂമറിന്റെ കീഴിൽ വരുന്ന പ്രോഡക്ട്സുകൾ, ഇങ്ങനത്തെയൊക്കെ ഒരുപാട് കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഡ്രൈവ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ നമ്മളല്ലേ ഈ പറഞ്ഞ പോലെ ഗോദ്രേജ് കൺസ്യൂമറിന്റെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന പോലെ എന്താണ് ഈ ആംബി പ്യൂറിന്റെ ഫ്രേഗ്രൻസസ്, ഹെൻകോ, റിൻ, ഇതെല്ലാം നമ്മുടെ ലിസ്റ്റഡ് കമ്പനീസിന്റെ കീഴിലാണ് വരുന്നതെന്നുള്ള. കോൾഗേറ്റ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കമ്പനികളാണ്. പെപ്സി, കൊക്കക്കോള, രണ്ട് ലിസ്റ്റഡ് അല്ല എങ്കിലും നമ്മളെ വരുൺ ബിവറേജസ് പോലെയുള്ള കമ്പനി വഴി നമുക്കത് പ്ലേ ചെയ്യാം എന്നുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭയങ്കര രസമായിട്ടുള്ള ഒരുപാട് സീ ഓഫ് സ്റ്റോക്ക് ഐഡിയാസ് കിടക്കുന്ന ഒരു സ്ഥലമാണ് സൂപ്പർ മാർക്കറ്റ് എന്ന്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് ഞാൻ ഇപ്രാവശ്യം ചെന്നപ്പോൾ ഞാനൊരു ലാറ്ററൽ തിങ്കിങ് ആലോചിച്ച് നോക്കി. അതായത് നമ്മളിപ്പോൾ പറയുന്ന പോലെ, ഞാനിപ്പോൾ ഒരു കാര്യം പറയാം. ഇപ്പം ഞാൻ പറഞ്ഞ പ്രോഡക്ട്സ് ഒക്കെ എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരു വിധത്തിൽ തന്നെ നമ്മുടെ പ്രേക്ഷകരെയും എഡ്യൂക്കേറ്റ് ചെയ്തു. അതായത് ഏത് പ്രോഡക്ട്സ് ഒക്കെയാണ് ഏത് കമ്പനി എന്നുള്ളത് എഡ്യൂക്കേറ്റ് ചെയ്തു. ഞാനൊരു വേറൊരു ആംഗിളിൽ കൂടി ഇതിനെ കാണിച്ചു തരാം. ഞാൻ ചില പ്രോഡക്ട്സ് പറയാം, അതിൻ്റെ ബ്രാൻഡും പറയാം. നമ്മളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് എന്താണ് ഇതിനകത്ത് കോമൺ ആയിട്ടുള്ളതെന്നുള്ള. ഇപ്പം ഞാൻ കോൾഗേറ്റ് കമ്പനിയുടെ കോൾഗേറ്റ്, പെപ്സോഡൈൻ, സെൻസോഡൈൻ, ഡാബർ റെഡ്, എന്താണ് സാധനം? ഇതെല്ലാം ടൂത്ത് പേസ്റ്റുകളാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഗാർണിയർ, ലൊറേൽ, ലാക്മേ, നിവ്യ, കൂടുതലും എന്തൊക്കെയാണ് വരുന്നത്? ഫേസ് വാഷ് വരാറുണ്ട്, ഫെയർനെസ് ക്രീം വരാറുണ്ട്, ഹെയർ കളർ വരാറുണ്ട്, സൺസ്ക്രീൻ ലോഷൻസ് വരാറുണ്ട്, അല്ലേ? ഇത്രയും സാധനങ്ങളാണ് ഈ ബ്രാൻഡിൽ നിന്ന് നമുക്കൊരു സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നത്. അതേപോലെ നമ്മൾ വോലിനി, മൂവ്, ബീറ്റാഡിൻ, എന്താണ് നമുക്ക് കൂടുതലും വരുന്നത്? ഓയിൻമെന്റുകൾ വരാറുണ്ട്, പെയിൻ റിലീഫിന്റെ ക്രീമുകൾ വരാറുണ്ട്, മെഡിക്കേറ്റഡ് ജെൽസ് വരാറുണ്ട്. ഇതാണ് കൂടുതലും ഈ വക ബ്രാൻഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. മാഗി കെച്ചപ്പ്, അമൂൽ മിൽക്ക് മെയ്ഡ്, ഈ വക സാധനങ്ങളിൽ കൂടുതലും നമ്മൾ നോക്കുകയാണെങ്കിൽ കിച്ചൺ, അതായത് കെച്ചപ്പ്, മേനൈസ്, സോസ്, ഹണി, കണ്ടൻസ് മിൽക്ക്, ഈ വക സാധനങ്ങളാണ് ഈ പ്രോഡക്ട്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഫെവിക്കോൾ, കിവി, ചെറി ബ്ലോസം, ഏതാ ഫെവിക്കോൾ കൂടുതൽ വരുന്ന അഡീസീവാണ്, ഒരു പേസ്റ്റ് പോലുള്ള ഒരു സാധനമാണ്. പിന്നെ ഈ ചെറി ബ്ലോസമും കിവി എന്ന് പറയുന്നത് ഷൂ പോളിഷാണ്. ഇതെല്ലാത്തിനും കോമൺ ആയിട്ടൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അതായത് ഇതെല്ലാം പോപ്പുലർ പ്രോഡക്ട്സ് ആണ്, വളരെ വലിയ ബിഗ് ബ്രാൻഡ്സ് ആണ്, നല്ല ചിലത് 1000 കോടി ടേൺ ഓവർ വരുന്ന ബ്രാൻഡുകൾ തന്നെയാണ് ഇതിനൊക്കെ. ഇതിനെല്ലാം കോമൺ ആയിട്ട് വന്ന ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ലാമിനേറ്റഡ് പ്ലാസ്റ്റിക് ട്യൂബ്സാണ്. പ്ലാസ്റ്റിക്, നമ്മൾ പേസ്റ്റ് എടുക്കുന്ന പോലെയുള്ള പ്ലാസ്റ്റിക് ട്യൂബ്സിലാണ് വരുന്നത്. നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഒഡോമസ് ഒക്കെ അങ്ങനത്തെ പ്ലാസ്റ്റിക് ട്യൂബ്സിലാണ് വരുന്നത്. മാഗി കെച്ചപ്പും അങ്ങനത്തെ പ്ലാസ്റ്റിക് ട്യൂബ്സിൽ വരുന്നുണ്ട്, വലിയ ബോട്ടിൽ കൂടാതെ തന്നെ. അത് മാത്രമല്ല മിൽക്ക് മെയ്ഡ് അങ്ങനെ വരാറുണ്ട്. അത് മാത്രമല്ല കിവി, ഷൂ പോളിഷ്, ഫെവിക്കോള്, എല്ലാ കാര്യങ്ങളും. അതേപോലെ ഗാർണിയറിൻ്റെ നമ്മൾ ഹെയർ കളറൊക്കെ വരുന്നത് എന്താ? 2 കാര്യങ്ങളല്ലേ മിക്സ് ചെയ്യുന്നത്. ഇത് 2 ട്യൂബിൽ ഇങ്ങനത്തെ ലാമിനേറ്റഡ് ട്യൂബ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിനൊക്കെ കോമൺ ആയിട്ട് വരുന്നത്. ഇതിൻ്റെ പുറകിൽ വേൾഡിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് കമ്പനിയാണ് EPL. EPL എന്ന് പറയുന്നത് പണ്ട് ഇതിനെ SL Propack ലിമിറ്റഡ് എന്നാണ് ഇതിനെ വിളിച്ചിരിക്കുന്നത്. ഇതൊരു പാക്കേജിങ് കമ്പനിയാണ്. ഇതാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക്. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് എന്താ? ബ്രാൻഡുകളുടെ പുറകിലും ഒളിഞ്ഞു കിടക്കുന്ന ചില കമ്പനികൾ ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കാത്തത് എന്നുള്ളതാണ്. അപ്പോൾ ബ്രാൻഡുകൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്, അല്ലേ? പക്ഷെ അതിൻ്റെ പുറകിലുള്ള ചില എന്താ പറയുക സൈലൻ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ നമുക്ക് ചിലപ്പോൾ പലർക്കും അറിയാറില്ല എന്നുള്ളതാണ്.
ഇവരുടെ ഈ കമ്പനിയുടെ പ്രത്യേകത എന്നറിയോ, ഇത് ചില്ലറ കമ്പനിയൊന്നുമല്ല. ഈ കാറ്റഗറിയിൽ വേൾഡിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ആണ്, ഗ്ലോബൽ മൾട്ടിനാഷണൽ കമ്പനിയാണ് EPL ലിമിറ്റഡ് എന്ന്. നമ്മൾ ഈ കോൾഗേറ്റിനെ കുറിച്ച് പറയുന്നു, സെൻസോഡൈനെ കുറിച്ച് പറയുന്നു, യൂണിലിവർ, ഇങ്ങനത്തെ പല മാഗി ഇങ്ങനത്തെ കാര്യങ്ങൾ പറയണമെങ്കിലും ഇതേപോലത്തെ ഒരു കമ്പനി നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നാണ്. ഇത് കൊല്ലങ്ങളായിട്ട് നമുക്കറിയാവുന്നുള്ളൊരു കമ്പനിയാണ്. പക്ഷേ ഇത് അടുത്ത കാലത്ത് പറയണതിനൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നതെന്നുള്ള 8 മില്യൺ ട്യൂബ്സാണ് ഇവർ ആനുവലി ഉണ്ടാക്കുന്നത്. 8 മില്യൺ ട്യൂബ്സ്, അതായത് 21 ഗ്ലോബലി സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഇവർക്കുണ്ട്. 5 കാറ്റഗറീസിലാണ് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് എവിടെയൊക്കെ ഇവർ ഈ പറയുന്ന പോലെ ലാമിനേറ്റഡ് പ്ലാസ്റ്റിക് ട്യൂബ് സപ്ലൈ ചെയ്യുന്നു എന്നുള്ള. ഒന്ന് ഓറൽ കെയർ, നമ്മൾ ടൂത്ത് പേസ്റ്റിന്റെ കാര്യങ്ങളിൽ പറഞ്ഞു. ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റിക്സ്, ഒരുപാട് പ്രോഡക്റ്റ് അവിടെയുണ്ട്. ഫാർമ, നമ്മൾ പറഞ്ഞു വോലിനി, മൂവ്, ബിറ്റാഡിനൊക്കെ അതേപോലത്തെ ട്യൂബ്സിലാണ് വരുന്നത് എന്നുള്ളതാ. പിന്നെ ഹോം കെയർ സാധനങ്ങളുണ്ട്. പിന്നെ ഇതേപോലെ ഇൻഡസ്ട്രിയൽ സാധനങ്ങൾ, അതായത് 5 കാറ്റഗറീസിലാണ് ഇവർ സ്പ്രെഡ് ചെയ്തേക്കുന്നുള്ളത്. ഞാനിപ്പോൾ ഇവരെ ക്ലയൻറ്റ് ലിസ്റ്റ് പറയുമ്പോഴാണ് നമ്മൾ ഞെട്ടാൻ പോകണമെന്നുള്ളത്. അതായത് ഇവർ ആർക്കൊക്കെ സപ്ലൈ ചെയ്യുന്നുള്ള: പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ, യൂണിലിവർ, കോൾഗേറ്റ് പാമോലിവ്, GSK, ഗ്ലാക്സോ സ്മിത്ത് ക്ലൈൻ ബീച്ച്, ടെസ്കോ, ബയർ, റെവലോൺ, ആംവേ, ലൊറേൽ, പതാഞ്ജലി, നോവാട്ടിസ്, ജോൺസൺ ആൻഡ് ജോൺസൺ, ആവൺ, ടോംസ്, ഓറിഫ്ലെയിം, നെസ്ലെ, മാർക്ക് ആൻഡ് സ്പെൻസർ, ബൂട്ടി, ബോഡി ഷോപ്പ്, സിപ്ല, ഡോക്ടർ റെഡ്ഡി, സൺ ഫാർമ, ഡാബർ. ചില പേരുകൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഇനിയും പേരുകളുണ്ടെങ്കിൽ ഞാൻ ഇന്ന് അവസാനിക്കില്ല എന്നുള്ളതാണ് അതിനകത്ത് പ്രത്യേകതയുള്ള കമ്പനി. ഈ കമ്പനിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കമ്പനി പണ്ട് നമ്മുടെ സുഭാഷ് ചന്ദ്ര ഫാമിലിയുടെ ആയിരുന്നു. സുഭാഷ് ചന്ദ്ര എന്ന് പറഞ്ഞാൽ അറിയാലോ, സുഭാഷ് ചന്ദ്രയുടെ മകൻ പുനീത് ഗോയങ്ക. നമ്മൾ സിയുടെ പ്രൊമോട്ടേഴ്സാണ്. ഒരു രീതിയിലും നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത പ്രൊമോട്ടേഴ്സാണ്. ശരിക്കും പറഞ്ഞാൽ EPL അന്ന് മുതൽ ഈ പ്ലാസ്റ്റിക് ലാമിനേറ്റഡ് ട്യൂബ്സിൽ വലിയൊരു പ്ലെയർ തന്നെയായിരുന്നു. പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കമ്പനി തന്നെയായിരുന്നു. പക്ഷേ ഈ സുഭാഷ് ചന്ദ്രയുടെ മാനേജ്മെന്റ് നമുക്കറിയാലോ, ഇപ്പോൾ സിയിൽ തന്നെ പുനീത് ഗോയങ്ക കാണിച്ചു കൂട്ടുന്ന സർക്കസ് നമുക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് EPL നടത്തിയിരുന്നത് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് മാത്രമല്ല, ഈ EPL കമ്പനിയുടെ മദർ കമ്പനിയായ SL ഗ്രൂപ്പ് ഉണ്ടല്ലോ, സുഭാഷ് ചന്ദ്രയുടെ, മുക്കറ്റം കടമായതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ EPLിലേക്ക് പുതിയ ക്യാപിറ്റൽ ഒന്നും അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് EPL ഒരു രീതിയിലും ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പാൻഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിയില്ല എന്നുള്ളതാണ് അതിനകത്ത് നെഗറ്റീവായുള്ളത്. ബട്ട് അടുത്ത കാലത്ത് രസകരമായിട്ടുള്ള കാര്യം, 2019 ഈ കമ്പനിയുടെ തലവര തന്നെ മാറുന്നത് എന്നുള്ളത്. അതായത് ഈ കമ്പനി, അതായത് EPLന്റെ കേപ്പബിലിറ്റി എന്താണെന്ന് സുഭാഷ് ചന്ദ്രയ്ക്ക് അറിയാമെങ്കിലും അറിയാത്ത പോലെയാണ് കണക്കാക്കിയിരിക്കുന്നത്. അതായത് ഇവർ ഇതിനകത്തുനിന്ന് ലിസ്റ്റഡ് കമ്പനിക്കകത്ത് നമ്മൾ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഒക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യുന്ന വ്യക്തിയാണ് സുഭാഷ് ചന്ദ്ര. അതായത് ഈ കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ പൈസ സൈഫൺ ചെയ്ത് വേറെ കമ്പനികളിലേക്ക് മാറ്റുന്നതൊക്കെ ഇദ്ദേഹത്തിൻ്റെയൊക്കെ സ്ഥിരം പരിപാടിയാണ്. പക്ഷേ ഈ കമ്പനി നല്ലതായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റി ഒക്കെ കണ്ട് 2019 ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന പ്രൈവറ്റ് ഇക്വിറ്റി വന്ന് 51% ഈ സുഭാഷ് ചന്ദ്രയുടെ സ്റ്റേക്ക് ഇവരങ്ങ് മേടിച്ചു എന്നുള്ള. എന്നിട്ട് അവർ എന്ത് ചെയ്തെന്നറിയോ, പുതിയ ക്യാപിറ്റൽ കൊണ്ടുവന്നു. അത് മാത്രമല്ല കമ്പനിയിൽ ഒരു ഫ്രഷ് പ്രൊഫഷണലിസം അവർ കൊണ്ടുവന്നു എന്നുള്ള. അതിന് വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന ഒരു വ്യക്തിയുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ പേര്, അതായത് അദ്ദേഹത്തിനെയാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ MD ആൻഡ് CEO ആക്കുന്നത്. അതായത് EPLന്റെ, അതായത് പഴയ SL പ്രോപാക് ലിമിറ്റഡിന്റെ MD ആൻഡ് CEO ആക്കുന്നത് ആനന്ദ് കൃപാലു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ. ഈ ആനന്ദ് കൃപാലുവിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ പണ്ട് വിജയ് മല്ലയാണല്ലോ ഈ യുണൈറ്റഡ് സ്പിരിറ്റ്സ്, റോയൽ ചലഞ്ച് അങ്ങനത്തെ ബിസിനസ് നടത്തിയിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അതും ഇതേപോലെ, അതായത് നല്ല കമ്പനി, നല്ല ബ്രാൻഡ്സ്. ഇപ്പോൾ റോയൽ ചലഞ്ച്, യുണൈറ്റഡ് സ്പിരിറ്റ്സ്, അന്ന് ബിയർ കമ്പനിയും കൂടെ ചേർന്നിരുന്നു എന്നുള്ള, അതായത് യുണൈറ്റഡ് ബ്രിവറീസും കൂടെ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡീമർജറിന് മുമ്പേ ഉള്ള കമ്പനി. ഇത്രയും ബ്രാൻഡ് ഉണ്ടാക്കിയിട്ട് വിജയ് മല്യയെ പോലത്തെ ഒരു പ്രൊമോട്ടറിന് മാത്രമേ ആ കമ്പനിയെ നശിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നമുക്ക്. അതേപോലെ തന്നെയാണ് സുഭാഷ് ചന്ദ്ര എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ഈ പറയുന്ന പോലെ യുണൈറ്റഡ് സ്പിരിറ്റ്സിനെ ഡിയാജിയോ ഏറ്റെടുത്തപ്പോൾ, അതായത് യുണൈറ്റഡ് സ്പിരിറ്റ്സ് രണ്ടായിട്ട് വിഭജിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ ബിയറൊക്കെ ശരിക്കും പറഞ്ഞാൽ യുണൈറ്റഡ് ബ്രിവറീസിലേക്ക് പോയി, അതിനെ ഹൈനിക്കൻ ഏറ്റെടുത്തു. അതിൻ്റെ ലിക്കർ കംപ്ലീറ്റ് യുണൈറ്റഡ് സ്പിരിറ്റ്സിലേക്ക് വന്നു. പഴയ മെക്ഡവൽസ് എന്ന് പറയും, മജിയ മലയുടെ കയ്യിലിരുന്നപ്പോൾ മെക്ഡവൽസ് എന്നായിരുന്നു ആ കമ്പനിയുടെ പേര്. ആ മെക്ഡവൽസ് ഡീമർ ചെയ്ത് രണ്ടായിട്ട് പോയി, ബിയർ കംപ്ലീറ്റ് ഹൈനിക്കൻ ഏറ്റെടുത്തു. അപ്പോൾ ഈ കിങ് ഫിഷറൊക്കെ അതിൻ്റെ കീഴിലായി. അതുപോലെ സ്പിരിറ്റ്സ് ഡിവിഷനൊക്കെ കംപ്ലീറ്റ് യുണൈറ്റഡ് സ്പിരിറ്റ്സിൻ്റെ കീഴിൽ വന്നു. റോയൽ ചലഞ്ച് എന്നും പറയേണ്ട കാര്യമില്ല, ഡിയാജി ഏറ്റെടുത്തോളം ഈ പറയുന്ന പോലെ ജോണി വാക്കറൊക്കെ അവരുടെ ബ്രാൻഡിലേക്ക് വന്നു എന്നുള്ള. അന്ന് ഈ ഡിയാജിയോ യുണൈറ്റഡ് സ്പിരിറ്റ്സിനെ ടേൺ അറൗണ്ട് ചെയ്യാൻ ആനന്ദ് കൃപാലുവിനെയാണ് കൊണ്ടുവന്നത്. ഈ ആനന്ദ് കൃപാലു എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പേ യൂണിലിവറിൽ, കാഡ്ബറീസിൽ, മൊണ്ടേലസിലൊക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്. ആനന്ദ് കൃപാലു വന്ന ആ കമ്പനിയുടെ കംപ്ലീറ്റ് തലവര, അതായത് അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൂടുതലും സെയിൽസ് ഇൻക്രീസ് അല്ല, അതിനേക്കാളും കമ്പനിയുടെ ബാലൻസ് ഷീറ്റും P&L നന്നാക്കിയെടുക്കുക. അതായത് ഫിനാൻഷ്യൽ റീ എഞ്ചിനീയറിംഗിൻ്റെ ക്ലാസ് മനുഷ്യനാണ് ഈ ആനന്ദ് കൃപാലു എന്നുള്ളത്. അപ്പോൾ ആനന്ദ് കൃപാലുവിനെ 2011 ബ്ലാക്ക് സ്റ്റോൺ EPL ഏറ്റെടുത്തതിന് ശേഷം
ഈ ആനന്ദ് കൃപാലുവിനെ ഇത് ഏൽപ്പിച്ചു. ആനന്ദ് കൃപാലു അങ്ങനെ ഡിയാഗോ വിട്ടിട്ട് ഇതിനകത്തേക്ക് കയറി എന്നുള്ളതാണ്. അതാണ് ശരിക്കും പറഞ്ഞ ഒരു ടേൺ അറൗണ്ട് ആയിട്ട് ഈ ബിസിനസ്സിലേക്ക് വന്നതെന്നുള്ള. ഇപ്പൊ ഈ ടേൺ അറൗണ്ട് ബിസിനസ്സുകളെ കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടെന്നറിയോ, ഇതൊരു ടേൺ അറൗണ്ട് കാറ്റഗറിയാണ്. അതായത് ഒരു ലോസ് മേക്കിംഗ് എന്ന് പറയില്ല, വളരെ മോശം സ്ഥിതി കിടന്ന കമ്പനിയെ നല്ല രീതിയിലേക്ക് മാറ്റിയത് ഈ ആനന്ദ് കൃപാലുവാണ്. നമ്മൾ ഈ പീറ്റർ ലിഞ്ച് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പീറ്റർ ലിഞ്ച് എന്ന് പറയുന്നത് മെഗലൻ ഫണ്ടിന്റെ ഫണ്ട് മാനേജറായിരുന്നു. അതായത് ലാർജസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ആയിരുന്നു വേൾഡിൽ എന്നുള്ള. ഈ പീറ്റർ ലിഞ്ച് പറയുന്നത് നമ്മൾ ഒരു ഇൻഡിവിജ്വൽ ഒരു സ്റ്റോക്ക് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ നേരത്ത് നമ്പർ ഓഫ് സ്റ്റോക്സിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത് ഏതൊക്കെ കാറ്റഗറി സ്റ്റോക്സ് എന്നാണ്. ആ കാറ്റഗറി സ്റ്റോക്സിന് പീറ്റർ ലിഞ്ച് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ 6 കാറ്റഗറി ഓഫ് സ്റ്റോക്സ്, അതായത് നമ്മളിപ്പോൾ എല്ലാം ഗ്രോത്ത് സ്റ്റോക്സ് പാടില്ല, എല്ലാം വാല്യൂ സ്റ്റോക്സ് പാടില്ല, 6 കാറ്റഗറി സ്റ്റോക്സിന്റെ ഒരു മിക്സ്ചർ ആയിരിക്കണം നിങ്ങളുടെ പോർട്ട്ഫോളിയോ എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കാറുണ്ട്. അദ്ദേഹം പറയുന്നത് ഫാസ്റ്റ് ഗ്രോവർ എന്ന് പറയുന്ന ഒരു ബക്കറ്റിൽ ഒരു സ്റ്റോക്ക് വേണം, ഫാസ്റ്റ് ഗ്രോവർ. സ്ലോ ഗ്രോവർ എന്ന് പറയുന്ന ബക്കറ്റിൽ നിന്ന് ഒരു സ്റ്റോക്ക് വേണം. പിന്നെ മൂന്നാമത് വരേണ്ടത് സ്റ്റാൾ വാട്ട് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഇതൊക്കെ ഞാൻ എന്താണെന്ന് പിന്നെ വേറൊരു എപ്പിസോഡിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ സൈക്ലിക്കൽ ഇൻഡസ്ട്രി എന്നൊരു സ്റ്റോക്ക് വേണം. അത് മാത്രമല്ല അസറ്റ് പ്ലേ കാറ്റഗറിയിൽ വേറൊരു സ്റ്റോക്ക് വേണം. അദ്ദേഹം ലാസ്റ്റ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ടേൺ അറൗണ്ട് കമ്പനീസ് വേണം. അതായത് ഇപ്പോൾ ലോസിലോ മോശമായിട്ട് കിടക്കുന്ന കമ്പനി ടെമ്പററി ഇഷ്യൂസ് ആയിട്ട് മോശമായി കിടക്കുന്നു, അതിന് പറ്റിയ ബിസിനസ്സാണ് ടാറ്റ മോട്ടോഴ്സ്. ഈ പറയുന്ന അത് ടെമ്പററി ആയിട്ട് ഒരു ഇഷ്യൂ ആയിട്ട് കിടക്കുന്നു, അത് തിരിഞ്ഞു വരുമ്പോൾ അത് ഭയങ്കര വെൽത്ത് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ 6 കാറ്റഗറി ഓഫ് സ്റ്റോക്സ് വേണമെന്ന് പീറ്റർ ലിഞ്ച് അദ്ദേഹത്തിൻ്റെ ഈ വൺ അപ്പോൺ ദ വാൾ സ്ട്രീറ്റ് എന്ന് പറയുന്ന ബുക്കിൽ എഴുതിയിട്ടുണ്ടെന്നുള്ള. അപ്പോൾ ഈ ആനന്ദ് കൃപാലുവിൻ്റെ കീഴിൽ EPL എന്ത് ചെയ്തു, മാർജിൻ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു, കോസ്റ്റ് കട്ടിംഗ് മെഷേഴ്സ് കൊണ്ടുവന്നു, പുതിയ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് കൊണ്ടുവന്നു, ഡെപ്റ്റ് ഭയങ്കരമായിട്ട് കുറച്ചു, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഒക്കെ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്ത് EPLനെ നന്നാക്കി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞത് ഒരു ലാർജർ കമ്പനിയാണ്. മാർച്ച് 2019 ഇവരെ റവന്യൂ 2700 കോടിയും നെറ്റ് പ്രോഫിറ്റ് 195 കോടിയുമായിരുന്നു. ഇപ്പോൾ 2025 എത്രയെന്ന് അറിയോ, 2700 നിന്ന് റവന്യൂ 4200 ആയിട്ട് ഉയർന്നു. നെറ്റ് പ്രോഫിറ്റ് 195 ക്രോസിൽ നിന്ന് 365 ക്രോസ്. വെറും റവന്യൂ ഇത് മാത്രമല്ല കൂടിയിരിക്കുന്നത്, ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ഡെപ്റ്റ്, പ്രോഫിറ്റ് മാത്രമല്ല കൂടിയിരിക്കുന്നത്, ഒരുപാട് ഡെപ്റ്റ് കുറച്ച് കമ്പനിയുടെ എഫിഷ്യൻസിയും നന്നായിട്ട് കൂട്ടി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത കാലത്ത് 25%, അതായത് 24.9% ബ്ലാക്ക് സ്റ്റോണിൻ്റെ നിന്ന് ഇൻഡോരാമ എന്ന് പറഞ്ഞാൽ, അതായത് പെറ്റ് ബോട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഗ്ലോബൽ കമ്പനിയുണ്ട്, ഒരു റീസൈക്ലിംഗ് സ്പെഷ്യാലിറ്റി കമ്പനി, പാക്കേജിംഗ് കമ്പനി, ഇൻഡോരാമ എന്ന് പറയുന്ന കമ്പനി ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഷെയർ പ്രൈസിൻ്റെ പ്രത്യേകത ഞാൻ പറയാം. മാർച്ച് 2021 ഈ കമ്പനിയുടെ വില 230,000. ഇപ്പോൾ ഓഗസ്റ്റ് 2025 ഈ കമ്പനിയുടെ വില 230 ഇപ്പോൾ അടുത്ത കാലത്ത് ഇൻഡോരാമ ഈ ബ്ലാക്ക് സ്റ്റോണിൻ്റെ കയ്യിൽ നിന്ന് നിയർലി 24.9% മേടിച്ചത് എത്ര രൂപയ്ക്കാണെന്നറിയോ, 240 രൂപയ്ക്ക്. അതായത് നമുക്ക് 4 കൊല്ലമായിട്ട് ഈ സ്റ്റോക്ക് എവിടെയും മൂവ് ചെയ്തിട്ടില്ല. ഇൻഡോരാമ എടുത്ത സ്റ്റേക്കും ഇതേ ലെവലിൽ തന്നെയാണ് എന്നുള്ളതാണ് EPLൻ്റെ പ്രത്യേകത. ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, അഡ്വൈസും അല്ല, ഇതൊരു സോളിസിറ്റേഷനും അല്ല. ഇത് നിങ്ങളൊരു അക്കാഡമിക് പർപ്പസിന് മാത്രം എടുക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞൊരു പ്രൈവറ്റ് ഡിസ്ക്ലോഷർ ഞാനോ ജാസ്മിനോ ഇത് ഹോൾഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ ഹെൽപ്പോടുകൂടി മാത്രം വേണം നിങ്ങൾ സ്റ്റോക്ക് പിക്ക് ചെയ്യാൻ. ഇത് ജസ്റ്റ് ഇൻഫർമേഷൻ അക്കാഡമിക് പർപ്പസിന് മാത്രം പറഞ്ഞു വയ്ക്കുന്നു എന്നേ ഉള്ളൂ. ഇത് ജാസ്മിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യണം. ഓവർ ടു യു ജാസ്മിൻ. താങ്ക് യു സാർ. ഏതായാലും നമ്മളെ കമൻറ്റ് സെക്ഷനിലൊക്കെ ഒരുപാട് നമ്മുടെ സ്ഥിരം പ്രേക്ഷകരൊക്കെ ഒരു ബർത്ത്ഡേ വിഷസ് ഒക്കെ നൽകുന്നുണ്ട്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഏതായാലും ഇന്ന് ഇവിടെ പ്രദീപ് സാറും സൂരജ് സാറും ഒക്കെ തന്നെ ഒരുപാട് സ്റ്റോക്കുകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതൊന്നും തന്നെ ഒരു റെക്കമെൻഡേഷനോ അഡ്വൈസോ അല്ല, ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഓപ്പണിംഗ് അവരുടെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസും ഒക്കെ ആയിട്ട് അടുത്ത മണിക്കൂറിൽ ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺ.